ഹായ് ഫ്രണ്ട്സ്, പുതിയ ക്ലാസ്, പുതിയ ചാപ്റ്റേഴ്സ്, തീർത്തും പുതിയ പാഠഭാഗങ്ങൾ അല്ലേ? എല്ലാം വളരെ മനോഹരമാണ്. മറ്റ് വിഷയങ്ങൾ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ എല്ലാ പാഠഭാഗങ്ങളും, എല്ലാ പ്രോസ് പാർട്ടും, അതുപോലെ എല്ലാ പോയംസും വളരെ മനോഹരവുമാണ്, അതുപോലെ വളരെ സിമ്പിളുമാണ് കേട്ടോ. സോ നമുക്ക് എന്ത് ചെയ്യാം, അധികം ടൈം കളയേണ്ട, വളരെ ക്യൂരിയസ് ആയിട്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫസ്റ്റ് യൂണിറ്റ് വെയിറ്റ് ചെയ്യണമെന്ന് എനിക്കറിയാം. സോ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ഹവേഴ്സ് ആൻഡ് ഇയേഴ്സ് അല്ലെ? നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിന്റെ ടൈറ്റിൽ മാത്രമാണ് ഹവേഴ്സ് ആൻഡ് ഇയേഴ്സ്. എന്താണ് ഹവേഴ്സ് ആൻഡ് ഇയേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, എന്തോ ഒരു സമയവും വർഷവും കാലവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട എന്തോ ആണ് അല്ലെ? എന്താണ് മക്കളെ ഒന്ന് പറഞ്ഞേ, എന്താണ് സമയവും കാലവും ഒക്കെ, എന്താണ് അതിനൊക്കെ സംഭവിക്കുന്നത്? എല്ലാം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ അല്ലെ? ഇന്നലെ, ഇന്ന്, നാളെ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പറയല്ലേ, ഞാൻ ഇന്നലെ അത് ചെയ്തു, ഇന്ന് ഇത് ചെയ്തു, നാളെ അത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ദിവസം അങ്ങനെ കടന്നുകൊണ്ടിരിക്കും, നമ്മൾ അറിഞ്ഞും നമ്മൾ അറിയാതെയും അല്ലെ? ഇതെല്ലാം എന്താണ്? പരസ്പരം ഒരു ഇന്റർ കണക്റ്റഡ് ആണ് അല്ലെ? പാസ്റ്റിൽ ചെയ്യുന്ന കാര്യത്തിന്റെ ഫലമായിരിക്കും ചിലപ്പോൾ നമ്മൾ പ്രസന്റിൽ അനുഭവിക്കുന്നത് അല്ലെ? പ്രസന്റിൽ ചെയ്യുന്നതിന്റെ റിസൾട്ട് ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ അനുഭവിക്കുന്നത്. ഇതെല്ലാം പരസ്പരം ഇന്റർ കണക്ട് ചെയ്തിട്ട് വളരെ സ്പീഡിൽ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കാലം അല്ലെ? നമ്മളിപ്പോൾ പറയാറുണ്ട്, നേരം അങ്ങ് വെളുത്തു രാത്രിയായി, എത്ര പെട്ടെന്നാണ് അല്ലെ? അത് തന്നെയാണ് അല്ലെ? ടൈമും സമയവും കാലവും ഒക്കെ എന്താണ്? വളരെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സോ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ സമയത്തിൻ്റെയും ഈ കാലത്തിൻ്റെയും ഒക്കെ കൂടെയുള്ള ഒരു യാത്രയാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ്. ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് വരുന്നത് 2 പ്രോസും 1 പോമുമാണ് കേട്ടോ. 2 പ്രോസും 1 പോമും, വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 പ്രോസും 1 പോമും മാത്രമാണ് നമുക്ക് വരുന്നത്. സോ നമ്മുടെ ഹവേഴ്സ് ആൻഡ് ഇയേഴ്സ് എന്ന് പറയുന്ന ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നിട്ടുണ്ട്, ഒരു 3 ലൈൻസ് തന്നിട്ടുണ്ട് അല്ലേ? 3 ലൈൻസ്. ഇതൊരു പോമാണ് കേട്ടോ. ഇത് എഴുതിയിട്ടുള്ളത് ടി.എസ്. എലിയറ്റിന്റെ ബേൺ നോട്ടൺ എന്ന് പറയുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഫേമസ് വർക്കാണ്. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ലൈൻസ് ആണ് കേട്ടോ. അതിൻ്റെ തുടക്കത്തിൽ വരുന്ന ഒരു 3 ലൈനാണ് ഈ കാണുന്നത്. നോക്കാം. ടൈം പ്രസന്റ് ആൻഡ് ടൈം പാസ്റ്റ് അല്ലേ? പ്രസന്റ് കാലവും പാസ്റ്റ് കാലവും അല്ലേ? വർത്തമാനകാലവും ഭൂതകാലവും ഓക്കെ ആർ ബോത്ത് പെർഹാപ്സ് പ്രസന്റ് ടൈം ഫ്യൂച്ചർ. എന്താണ്? ആർ ബോത്ത് പെർഹാപ്സ് പ്രസന്റ് ടൈം ഇൻ ടൈം ഫ്യൂച്ചർ ആൻഡ് ടൈം ഫ്യൂച്ചർ കണ്ടെയ്ൻഡ് ഇൻ ടൈം പാസ്റ്റ്. എന്താ മക്കളെ, എന്തൊക്കെയോ മിക്സ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നോക്കാം. പ്രസന്റും പാസ്റ്റും എന്താണ്? മേ ബി അത് രണ്ടും ഫ്യൂച്ചറിന്റെ പ്രസന്റ് ആവാം. ചിലപ്പോൾ നാളെയുടെ പ്രസന്റ് ആയിട്ട് മാറും. എന്ത്? പാസ്റ്റിലും അതുപോലെ നമ്മുടെ ഇന്നത്തെ പ്രസന്റും ചിലപ്പോൾ നാളെയുടെ പ്രസന്റ് ആയിട്ട് മാറും എന്നാണ് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ ആൻഡ് ടൈം ഫ്യൂച്ചർ കണ്ടെയ്ൻഡ്. എന്താണ്? ഫ്യൂച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. എന്ത്? പാസ്റ്റിലെ ചില കാര്യങ്ങൾ. എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? നിങ്ങൾക്കറിയാമോ? നിങ്ങളിപ്പോൾ പ്രസന്റിൽ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പാസ്റ്റിൽ അതിൻ്റെ റിസൾട്ടായിട്ട് വരാറില്ലേ? അതിപ്പോൾ നിങ്ങളിപ്പോൾ വെറുതെ ഒരു എക്സാമ്പിളിന്, നിങ്ങൾ ഇന്ന് ചെറിയൊരു മരം എന്തെങ്കിലും ഒന്ന് കുഴിച്ചിട്ടൊന്നിരിക്കട്ടെ, എന്തെങ്കിലും ഒരു ഫ്രൂട്ടൊക്കെ തരുന്ന മരം, ഒരു 4-5 വർഷമൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് നിങ്ങൾ ഫ്യൂച്ചറായി അല്ലേ? 4-5 വർഷം കഴിയുമ്പോൾ ഫ്യൂച്ചറായി, അത് നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾ പറയും, ഞാൻ അന്ന് 4 വർഷം മുമ്പ് കുഴിച്ചിട്ടിട്ടുള്ള പ്ലാന്റ് ആയിരുന്നു ഇതല്ലേ? ആ പ്രസന്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഫ്യൂച്ചറിലോട്ട് കണക്ട് ആയതെന്ന് മനസ്സിലാകും. അത് തന്നെയാണ് അല്ലേ? പാസ്റ്റ് പ്രസന്റ് ആയിട്ടും പ്രസന്റ് പാസ്റ്റ് ആയിട്ടും ഇന്റർ കണക്റ്റഡ് ആണ്. ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അത് തന്നെയാണ് നമ്മുടെ ഈ ചാപ്റ്റേഴ്സും പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത് ഹാഫ് എ ഡേ, ഡെപ്ത്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, നത്തിങ് ടോയ്സ് എന്ന് പറയുന്ന ഒരു പോമും, അതുപോലെ ഹാഫ് എ ഡേ, ഡെപ്ത്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന 2 പ്രോസും ആണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ലെറ്റ്സ് ലോഗിൻ എന്ന് പറഞ്ഞിട്ട് ഒരു 2 ലൈൻസ് ആണ്. എന്താണിത് നോക്കാം. യെസ്റ്റർഡേ ഈസ് ബട്ട് ടുഡേസ് മെമ്മറി ആൻഡ് ടുമാറോ ഈസ് ടുഡേസ് ഡ്രീം എന്നാണ് ഖലീൽ ജിബ്രാൻ അല്ലേ? ഖലീൽ ജിബ്രാനെ അറിയാം അല്ലേ? ഒരു അറബിക് പോയറ്റാണ് അല്ലേ? വളരെ ഫേമസ് ആയിട്ടുള്ളൊരു റൈറ്ററാണ് കേട്ടോ.
ഇന്നലെ എന്ന് പറയുന്നത് എന്താണ്? ടുഡേസ് മെമ്മറി, ഇന്നത്തെ ഓർമ്മകളാണ് അല്ലേ? ഇന്ന് നിങ്ങൾ ഓർക്കുന്നത് നാളത്തെ കുറിച്ചാണല്ല. യെസ്റ്റർഡേ, ഇന്നലകളെ കുറിച്ച് ആണ് നമ്മൾ ഇന്ന് ഓർക്കുക അല്ലെ. ഇന്നത്തെ ഓർമ്മകൾ, ഇന്നത്തെ നല്ല ഓർമ്മകൾ എന്ന് പറയുന്നത് എന്താണ്? ഇന്നലകളായിരുന്നു. ഓക്കെ, ദെൻ ടുമാറോ ഈസ് ടുഡേസ് ഡ്രീം. അതുപോലെ ഇന്നത്തെ സ്വപ്നങ്ങളാണ് നാളെ എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ഇന്ന് കാണുന്ന സ്വപ്നങ്ങളാണ് നാളെ എന്ന് ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ? എനിക്ക് മടുത്തു, ഇനി എനിക്ക് ജീവിക്കണ്ട, ഏകദേശം മടുത്തിട്ടുണ്ട് എന്ന് പറയാം. എന്തുകൊണ്ടാണ്? അവർക്ക് സ്വപ്നങ്ങളില്ല. അവർക്ക് സ്വപ്നങ്ങളില്ലാത്തതുകൊണ്ട് അവർക്ക് നാളകളില്ല. ഓക്കെ, അപ്പൊ നാളെ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇന്ന് കാണുന്ന മനോഹരമായിട്ടുള്ള ആഗ്രഹങ്ങൾ നിറഞ്ഞ സ്വപ്നങ്ങളാണ് നാളെ എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുക? എപ്പോഴും വളരെ മനോഹരമായിട്ട് നല്ല പ്രതീക്ഷയാർന്ന എയിമുകളും സ്വപ്നങ്ങളൊക്കെ കാണാം. എന്നാൽ മാത്രമേ നമുക്ക് മനോഹരമായിട്ടുള്ള ടുമാറോ ഉണ്ടാവുകയുള്ളൂ. സോ ഇതും ആ കണക്ഷനാണ് കാണിക്കുന്നത്. എന്താണ് ഇന്നെന്ന് പറയുന്നത്? ഇന്നത്തെ നമ്മുടെ പ്രസന്റിൽ നമ്മൾ ഓർക്കുന്ന ഓർമ്മകളാണ് ഇന്നലകൾ. ഓക്കെ, അതുപോലെ പ്രസന്റിൽ നമ്മുടെ സ്വപ്നങ്ങളാണ് നാളെ. എന്താണ്? കണക്റ്റഡ് ആണ്, ഇന്റർ കണക്റ്റഡ് ആണ്. പ്രസന്റും പാസ്റ്റും ഫ്യൂച്ചറും എന്താണ്? കണക്റ്റഡ് ആണ് അല്ലേ. ഭൂതവും ഭാവിയും വർത്തമാനകാലവും എന്താണ് മക്കളെ? എല്ലാം എന്താണ്? ഇന്റർ കണക്റ്റഡ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഈ 2 ലൈൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു 2-3 ക്വസ്റ്റ്യൻ താഴത്ത് കൊടുത്തിട്ടുണ്ട്, നോക്കാം. ഹൗ ഡസ് ജിബ്രാൻ റിലേറ്റ് യെസ്റ്റർഡേ ടു ദ പ്രസന്റ്? എങ്ങനെയാണ് ഇന്നലെ ഇന്നുമായിട്ട്, പ്രസന്റ് ഈ കാലഘട്ടവുമായിട്ട് യെസ്റ്റർഡേ ഇന്നലെ എങ്ങനെയാണ് ജിബ്രാൻ കണക്ട് ചെയ്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം. യെസ്റ്റർഡേ ഈസ് റെലവൻറ്റ്. അത് വളരെ റെലവൻറ്റും പ്രീഷ്യസും അമൂല്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇന്നലകൾ എന്ന് പറയുന്നത്. ഓക്കെ, ബിക്കോസ് വി ആർ അലൈവ് ടുഡേ. കാരണം എന്താണ്? നമ്മൾ ഇന്നാണ് ജീവിക്കുന്നത്. ഇഫ് യു ലീവ്ഡ് യെസ്റ്റർഡേ ഹാപ്പിലി യു കുഡ് ചെറിഷ് ദാറ്റ് ഗുഡ് മെമ്മറി ടുഡേ അല്ലേ. ഇന്നലകളിൽ, യെസ്റ്റർഡേകളിൽ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട്, വളരെ സന്തോഷമായിട്ട് ഇന്നലകൾ നിങ്ങൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇന്നത്തെ നിങ്ങളുടെ മെമ്മറികൾ നല്ല അടിപൊളിയായി ചെറിഷായിട്ട് ഹാപ്പി ആയിട്ടുള്ള മെമ്മറികളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇന്ന് നമുക്കത് ഓർക്കാൻ കഴിയും. ഓക്കെ, ക്ലിയർ? ദെൻ ടൈം പാസ്റ്റ് ഈസ് പാസ്റ്റ് ഫോർ എവർ അല്ലേ. ടൈം എന്ന് പറഞ്ഞാൽ എന്താ? പോയാൽ അത് പോയത് തന്നെയാണ് അല്ലേ. അതെന്താവില്ല? വി കാണ്ട് റിക്രിയേറ്റ് യെസ്റ്റർഡേ. ഒരിക്കലും നമുക്ക് ഇന്നലകൾ നമുക്ക് ഇനി റിക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല അല്ലേ. ഇന്നലകൾ, ഞാൻ ഇന്നലെ ഒന്നൊന്ന് ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കുമോ? ഇല്ല, കഴിഞ്ഞു പോയി. അതൊരിക്കലും നമുക്ക് റീക്രിയേറ്റ് ചെയ്ത് ഇനി ഇങ്ങോട്ട് എടുക്കാൻ കഴിയില്ല. സോ ഇറ്റ്സ് ഗോൺ ഫോർ എവർ. അത് പോയാൽ അത് പോയതിനെ കാലാകാലത്തേക്ക് പോയതാ അല്ലേ. ഇന്നലെ എന്ന് പറഞ്ഞാൽ ഇന്നലെയാണ്, അതിനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല. നമ്മളെ കൊണ്ട് അതൊരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല. സ്വാഭാവികമായിട്ട് നമുക്ക് ഒന്ന് ചെയ്യാൻ കഴിയും, എന്ത്? ദിവസവും ഹാപ്പി ആയിട്ട് ജീവിക്കുക അല്ലേ. ഇന്ന് ഹാപ്പി ആയിട്ട് ജീവിച്ചാൽ എന്താവും? നാളെ എന്ന് പറയുമ്പോൾ, നാളെ നമ്മൾ ഇരുന്ന് ഓർക്കുമ്പോൾ നമ്മുടെ ഇന്നലകൾ നമുക്ക് എന്തായിരിക്കും? വളരെ മനോഹരമായിട്ടുള്ള മെമ്മറികളായിട്ട് മാറും. ഓക്കെ, ദെൻ ഹൗ ഈസ് ടുമാറോ പ്രസന്റ് ഇൻ ദിസ് ലൈൻസ് അല്ലേ. ഇനി ആ ലൈനിൽ ടുമാറോ എങ്ങനെയാണ് അദ്ദേഹം കാണിച്ചിട്ടുള്ളത്, നാളെ അദ്ദേഹം എങ്ങനെയാണ് ആ ലൈൻസിൽ വിവരിച്ചിട്ടുള്ളത് നോക്കാം. ടുമാറോ ഈസ് പ്രസന്റഡ് ആസ് എ ഡ്രീം. ടുമാറോ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്വപ്നമായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഇന്നത്തെ നമ്മുടെ സ്വപ്നമാണ് നാളെ എന്നാണ് അദ്ദേഹം ആ ലൈനിൽ പറഞ്ഞിട്ടുള്ളത് അല്ലെ. സോ ടുമാറോ ഈസ് പ്രസന്റഡ് ആസ് എ ഡ്രീം. ഒരു സ്വപ്നമായിട്ടാണ് ടുമാറോയെ കാണിച്ചിട്ടുള്ളത്. ബിക്കോസ്, കാരണം വി ആർ നോട്ട് ഷുവർ അബൌട്ട് ടുമാറോ. കാരണം നാളത്തെ കുറിച്ച് നമുക്കൊരു ഉറപ്പില്ല. നാളെ നമ്മൾ തന്നെ നാളെ ഉണ്ടോ, അല്ലെ നാളെ ആരൊക്കെ ഉണ്ട്, നാളെ എന്ന് പറയുന്നത് തന്നെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് എന്തില്ല? ഉറപ്പില്ല. സോ അതെന്താണ്? ഒരു സ്വപ്നമാണ്, വളരെ മനോഹരമായിട്ടുള്ള സ്വപ്നം. സോ ഇറ്റ്സ് എ ഡ്രീം. സോ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അതൊരു നല്ല സ്വപ്നമാണ്. അത് വളരെ ബെസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പ്രതീക്ഷിക്കുക. ഓക്കെ, സോ then what do these lines suggest about the passage of time discuss അല്ലെ. ആ ലൈനിലൊക്കെ നമ്മുടെ കാലം കടന്നു പോകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. അതെങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത് അല്ലെ. ടൈം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കും എന്ന് ആ ലൈനിലൂടെ പറയുന്നുണ്ട് അല്ലെ. ആ ലൈനിന്റെ ഇൻഡയറക്റ്റ് മീനിങ് അതാണ് പറയുന്നത്. അതിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം.
എംബ്രാസ് ദ പാസ്റ്റ് വിത്ത് റിമെമ്പറൻസ് ആൻഡ് ദ ഫ്യൂച്ചർ വിത്ത് ഗുഡ് ഡ്രീംസ്. എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്? പാസ്റ്റിലെ നല്ല ഓർമ്മകളും ഫ്യൂച്ചറിലെ നല്ല സ്വപ്നങ്ങളുമായിട്ട് നമ്മളിങ്ങനെ ചെറിഷ് ചെയ്ത് നമ്മളിങ്ങനെ ഉണർന്ന് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ് അല്ലേ. ടൈം വിൽ നോട്ട് വെയിറ്റ് ഫോർ എനി വൺ ബട്ട് മൂവ്സ് ഓൺ കോൺസ്റ്റന്റ്ലി. കാലം, സമയം എന്ന് പറയുന്നത് എന്താണ്? ആർക്കും വേണ്ടിയിട്ടും കാത്തു നിൽക്കില്ല. അത് വളരെ കൃത്യമായിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് അതങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇന്ന് ഞാൻ വെയിറ്റ് ചെയ്യാൻ, നീ ഒന്ന് വാ എന്ന് പറഞ്ഞ സമയം ഒരിക്കലും കാത്തിരിക്കില്ല. അത് അതിൻ്റെ ഇഷ്ടത്തിന് വളരെ വൃത്തിയായിട്ട് അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ടൈം ആരെയും കാത്തു നിൽക്കാറില്ല. ലീവ് ടുഡേ വെൽ ദാറ്റ് ഇറ്റ് ബിക്കംസ് ടുമാറോസ് ബ്യൂട്ടിഫുൾ മെമ്മറി. എന്താണ്? ഇന്ന് വളരെ ഹാപ്പി ആയിട്ട് വളരെ മനോഹരമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ അത് നാളത്തെ നല്ല മെമ്മറികളായിരിക്കും. ഓക്കെ, ആൻഡ് ലെറ്റ് എവരി ടുമാറോ ബി എ വിഷൻ ഓഫ് എന്താണ്? പ്രതീക്ഷ, നല്ല 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 പ്രതീക്ഷകളാണ് ഓരോ ടുമാറോകളും എന്നാണ് പറയുന്നത്. സോ എന്ത് ചെയ്യാം? ഒന്ന് മാത്രമേ ചെയ്യാനുള്ളൂ. ഓരോ ദിവസവും വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുക അല്ലേ. ഇന്ന് വളരെ ഹാപ്പി ആയിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നാളെ നമുക്ക് എന്ത് ചെയ്യും? നാളെ നല്ല നല്ല അടിപൊളിയായിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള മെമ്മറികൾ ലഭിക്കും അല്ലേ. പാസ്റ്റ് വളരെ മെമ്മറികൾ അല്ല, പാസ്റ്റിലെ മെമ്മറികൾ വളരെ മനോഹരമാണെങ്കിൽ പ്രസന്റ് നമുക്ക് എന്തായി തോന്നും? അതിലും മനോഹരമായിട്ട് തോന്നും. പ്രസന്റിലെ സ്വപ്നങ്ങൾ വളരെ മനോഹരമാണെങ്കിൽ ഫ്യൂച്ചർ എന്തായി മാറും? വളരെ മനോഹരമായിട്ട് മാറും. ഇതെല്ലാം എന്താണ്? ഒരു കണക്റ്റഡ് പ്രോസസ്സാണ് കേട്ടോ. ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്ട് അല്ലേ. നമുക്കൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൂടെ നമ്മുടെ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പായിട്ടുണ്ട്. നോക്കാം. ടൈം മൂവ്സ് ഓൺ കോൺസ്റ്റന്റ്ലി അല്ലേ. ടൈം എന്ത് ചെയ്യാണ്? വളരെ കൃത്യമായിട്ട് മനോഹരമായിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഷേപ്പിംഗ് അവർ പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ അല്ലേ. ഫ്യൂച്ചറിനെ എങ്ങനെ ഷേപ്പ് ചെയ്തും പ്രസന്റിനെ ഷേപ്പ് ചെയ്തും പാസ്റ്റിനെ എങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്തും അതങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ദെൻ മെമ്മറീസ് ആർ ലൈക്ക് ത്രെഡ്സ് വൂവൻ ഇൻ ടു ദ ഫാബ്രിക് ഇൻ അവർ ലൈഫ്സ് ഇൻ മൊമെന്റ്സ് ഓഫ് ജോയ് ആൻഡ് സോറോ അല്ലേ. നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ നമ്മുടെ ഫാബ്രിക്കിൽ നൂല് കൊണ്ട് തുന്നിച്ചേർത്തത് പോലെയാണ് നമ്മുടെ ജീവിതം എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ മെമ്മറീസ് ഒക്കെ എന്താണ്? നമ്മുടെ ജീവിതത്തിലെ ഫാബ്രിക് എന്ന് പറയും. നമ്മുടെ ജീവിതത്തിലെ ഫാബ്രിക്കിൽ തുന്നിച്ചേർത്ത നൂലുകളെ പോലെയാണ് നമ്മുടെ മെമ്മറീസിലെ എന്തുള്ള നമ്മുടെ സ്വപ്നങ്ങളും സന്തോഷങ്ങളും എല്ലാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഡു യു അഗ്രി? നിങ്ങൾ അത് എഗ്രി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നൗ ലെറ്റ്സ് റീഡ് എ ഷോർട്ട് സ്റ്റോറി പോർട്രൈയിങ് എ മാൻ ജേർണി ഓഫ് ലൈഫ് അല്ലേ. ഒരു മാൻസ് ജേർണി ഓഫ് ലൈഫ് ആൻഡ് ദ ചേഞ്ചസ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ സറൗണ്ടിങ്സ് ആൻഡ് സൊസൈറ്റി അല്ലേ. ഒരു മനുഷ്യന്റെ ജീവിതം, ഒരു മനുഷ്യന്റെ ജീവിത യാത്ര, അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടും നടക്കുന്ന മാറ്റങ്ങളും അതുപോലെ അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടും മാത്രമല്ല ആ സൊസൈറ്റിയിൽ, ആ സമൂഹത്തിൽ, സൊസൈറ്റി മീൻസ് എന്താണ്? ആ സമൂഹത്തിലും സറൗണ്ടിങ്സ് മീൻസ് ചുറ്റുപാടിലും ഒക്കെ നടക്കുന്ന മാറ്റങ്ങളും അദ്ദേഹത്തിൻ്റെ ജേണിയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഹാഫ് എ ഡേ. ഓക്കെ, നജീബ് മഹ്ഫൂസ്. എന്താണ് മക്കളെ? ഇതെന്താ നഖൂബ് എന്നൊന്നും വായിക്കരുത് കേട്ടോ, നജീബ് എന്നാണ് കേട്ടോ. ഇത് വായിക്കാൻ നജീബ് മഹ്ഫൂസ്. ഓക്കെ, കറക്റ്റായിട്ട് അതിൽ മലയാളത്തിൽ എവിടെയെങ്കിലും എഴുതി വെച്ചോണ്ടു. നജീബ് മഹ്ഫൂസ്. ക്ലിയർ? ഹാഫ് എ ഡേ അല്ലേ, പാതി ദിവസം, ഒരു പാതി ദിവസം അല്ലേ. പ്രൊസീഡർ, നമ്മൾ ഇത് വായിക്കുന്നതിന് ജസ്റ്റ് നമുക്ക് ഇവിടെ കുറച്ച് മീനിങ്സ് താഴെ തന്നിട്ടുണ്ട്. നിങ്ങൾ അത് എന്ത് ചെയ്യുക? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് എഴുതിയെടുക്കുക. പ്രൊസീഡർ മീൻസ് മുന്നോട്ട് പോവുക അല്ലേ, മുന്നോട്ട് ഇങ്ങനെ നടന്നു പോവുക. ക്ലച്ചിങ് മുറുകെ പിടിക്കുക. ലോങ് സ്ട്രൈഡ്സ് മീൻസ് നീണ്ട കാൽ, ലോങ് ആയിട്ട് കാൽ വെച്ച് നടക്കുന്നവരില്ലേ. ഓക്കെ, ടെർബൂഷ് മീൻസ് ഒരു തരം തൊപ്പിയാണ് കേട്ടോ. ദെൻ ഫീസ്റ്റ് മീൻസ് എന്താണ്? ഉത്സവം. കാസ്റ്റ് മീൻസ് വലിച്ചെറിയുക. ഇതൊക്കെയാണ് മീനിങ്. നമുക്ക് ഇങ്ങോട്ട് നോക്കാം, നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫ് അല്ലേ. ഐ പ്രൊസീഡഡ് അലോങ് സൈഡ് വിത്ത് മൈ ഫാദർ. എൻ്റെ ഫാദറിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്തു? മുന്നോട്ട് നടന്നു പോയി. എങ്ങനെ? ക്ലച്ചിങ് ഹിസ് റൈറ്റ് ഹാൻഡ് റണ്ണിങ് ടു കീപ്പ് അപ്പ് വിത്ത് ഹിസ് ലോങ് സ്ട്രൈഡ്സ് അല്ലേ. ക്ലച്ചിങ് ഹിസ് റൈറ്റ്, അദ്ദേഹത്തിൻ്റെ റൈറ്റ് ഹാൻഡ് പിടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഇങ്ങനെ നടന്നു പോയി. എങ്ങനെയാണ് നടക്കുന്നത്? അദ്ദേഹത്തിൻ്റെ വലിയ കാൽവെപ്പ്, ലോങ് സ്ട്രൈഡ്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വലിയ വലിയ കാലാണ് വെക്കുക അച്ഛന്മാരില്ലേ. അദ്ദേഹത്തിൻ്റെ വലിയ വലിയ കാലിൻ്റെ കൂടെ എത്താൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ റണ്ണ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്നത് കേട്ടോ. ചെറിയ കുട്ടികൾക്ക് അച്ഛന്മാരുടെ കൂടെ എത്തണമെങ്കിൽ ചിലപ്പോൾ അത് ചെറുതായിട്ട് ഇങ്ങനെ ചാടി ചാടി ഓടി നടക്കേണ്ടി വരും. അതാണ് പറഞ്ഞത്. സോ
ഓൾ മൈ ക്ലോത്ത്സ് വെർ ന്യൂ. എൻ്റെ എൻ്റെ ക്ലോത്ത്സ് മീൻസ് ഞാൻ ഇട്ടിരിക്കുന്ന എല്ലാ ഡ്രസ്സും എന്താണ്? പുതിയതാണ്. ഓക്കെ. ദ ബ്ലാക്ക് ഷൂ പുതിയതാണ്. ഗ്രീൻ സ്കൂൾ യൂണിഫോം ആൻഡ് റെഡ് ടർബൂഷ്, ഒരു റെഡ് തൊപ്പിയുണ്ട് അല്ലേ. ഇതെല്ലാം എന്താണ്? പുതിയതാണ് അല്ലേ. പുതിയ സാധനങ്ങളാണ് എല്ലാം. മൈ ഡിലൈറ്റ് ഇൻ മൈ ന്യൂ ക്ലോത്ത്സ് ഹവർ വാസ് മിക്സഡ്. എന്താണ്? പക്ഷേ എൻ്റെ പുതിയ ഡ്രസ്സിൻ്റെ സന്തോഷം, ഡിലൈറ്റ് മീൻസ് സന്തോഷം, എൻ്റെ പുതിയ ഡ്രസ്സിൻ്റെ സന്തോഷം എന്താണ്? മിക്സാണ്, സംരക്ഷമാണ് അല്ലേ. അത് മിക്സ് ചെയ്ത് നിൽക്കുകയാണ്. സങ്കടവും ദുഃഖവും കൂടെ, അല്ലെങ്കിൽ സന്തോഷവും ദുഃഖവും കൂടെ മിക്സിംഗ് ആണ് എൻ്റെ പുതിയ ഡ്രസ്സിൻ്റെ സന്തോഷം. എനിക്ക് കംപ്ലീറ്റ് സന്തോഷിക്കാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ. കാരണം ദിസ് വാസ് നോ ഫീസ്റ്റ് ഡേ. കാരണം എന്താണ്? ഇതൊരു ഉത്സവ ദിവസമോ ഒരു പെരുന്നാൾ ദിവസമോ ഒന്നുമല്ല. അതുകൊണ്ടാണ് എനിക്കിത് എന്താവുന്നത്? എനിക്ക് മിക്സിംഗ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് വരുന്നത്, ഇത്രയും പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് പോലും. കാരണം ബട്ട് ദ ഡേ ഓൺ വിച്ച് ഐ വാസ് ടു ബി കാസ്റ്റ് ഇൻ ടു സ്കൂൾ ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യമായിട്ട് തന്നെ എൻ്റെ സ്കൂളിലോട്ട് കാസ്റ്റ് മീൻസ് വലിച്ചെറിയുന്ന ദിവസമാണെന്ന്, അല്ലാതെ ഒരു ഉത്സവ ദിവസമല്ല. സ്വാഭാവികമായിട്ടും എൻ്റെ ഡ്രസ്സിൻ്റെ ഭംഗിയും പുതിയ ഡ്രസ്സിൻ്റെ ആ ഒരു സന്തോഷമൊക്കെ എനിക്ക് എന്താണ്? മിക്സിംഗ് ആണ് അല്ലേ. സന്തോഷവും സങ്കടമൊക്കെ എന്താണെന്ന്? മിക്സാണ് അല്ലേ. എന്താണ് ഇവിടെ കാസ്റ്റ് ഇൻ ടു വലിച്ചെറിയുക എന്ന് പറയുന്നത്? കുട്ടിക്ക് അങ്ങനെയാണ് തോന്നുക അല്ലേ. ഫസ്റ്റ് ഡേ സ്കൂളിലോട്ട് കൊണ്ടുപോകുമ്പോൾ കുട്ടികൾക്ക് എന്താ തോന്നുക? അവരെ എങ്ങോട്ടോ കൊണ്ടുപോയിടുന്നത് പോലെ തോന്നും അല്ലേ. അപ്പോൾ ആ കുട്ടിയുടെ ഫസ്റ്റ് ഡേ സ്കൂൾ, അല്ലെങ്കിൽ പ്രവേശനോത്സവം എന്നൊക്കെ പറയാം അല്ലേ, ഫസ്റ്റ് ഡേ സ്കൂളിലോട്ട് പോകുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കൂടെ ലോങ് കാല് വെപ്പിച്ച് വെച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ ഓടി ഓടി കൈ ഇങ്ങനെ മുറുകെ പിടിച്ച് പോകുന്നുണ്ട്. എല്ലാം പുതിയ ഡ്രസ്സ്, പുതിയ തൊപ്പി, എല്ലാം പുതിയതാണ്, പുതിയ യൂണിഫോം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹാപ്പിനെസ് ഇല്ല. അതെന്താണ്? സങ്കടവും സന്തോഷവും മിക്സിംഗ് ആണ്. കാരണം ഇന്ന് അദ്ദേഹത്തെ ആദ്യമായിട്ട് സ്കൂളിലോട്ട് വലിച്ചെറിയുന്ന ദിവസമായിട്ടാണ് ആ കുട്ടിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എല്ലാം മിക്സ് ഫീലിംഗ് ആയിട്ട് വരുന്നത്. ഓക്കെ. Then second paragraph. My mother stood at the window watching us. എന്താണ്? എൻ്റെ അമ്മ എന്നെ ഇപ്പോഴും ജനലിൻ്റെ ഉള്ളിലൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അമ്മമാരങ്ങനെയാണ്. കുട്ടികൾ ഫസ്റ്റ് സ്കൂളിലോട്ട് പോകുന്ന ദിവസം എന്ത് ചെയ്യും? അവരങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, കണ്ണെന്ന് മറയുന്നവരെ നോക്കിക്കൊണ്ടിരിക്കും അല്ലേ. And I would turn toward her from time to time appealing for help. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? അമ്മയെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്തിനാ തിരിഞ്ഞു നോക്കുന്നത്? ടൈം ടു ടൈം, ഇടയ്ക്കിടയ്ക്ക്. ടൈം ടു ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ടൈം ടു ടൈം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പീലിംഗ് ഫോർ ഹെൽപ്പ്, എന്നെ സഹായിക്കുന്ന അപേക്ഷ പോലെയാണ് ഞാൻ, എന്നെ ഒന്ന് രക്ഷിക്കണേ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേപോലെ വളരെ നിസ്സഹായനായിട്ട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അമ്മയെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഓക്കെ. വി വോക്ക്ഡ് അലോങ് എ സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ഗാർഡൻസ്. എങ്ങനെ നമ്മൾ നടന്നു പോയപ്പോൾ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ചുറ്റും രണ്ട് സൈഡിലും എന്തുണ്ട്? മനോഹരമായിട്ടുള്ള പൂന്തോട്ടമുണ്ട് അല്ലേ. ഓൺ ബോത്ത് സൈഡ് വേർ എക്സ്റ്റെൻസീവ് ഫീൽഡ് അല്ലേ, വിശാലമായിട്ടുള്ള പാടങ്ങൾ. പ്ലാന്റഡ് വിത്ത് ക്രോപ്സ് അല്ലേ, ധാന്യങ്ങൾ കൊണ്ടിങ്ങനെ നിറച്ചിട്ടുള്ള വിശാലമായിട്ടുള്ള പാടങ്ങളുണ്ട്. ദെൻ പ്രിക്ലി പിയേഴ്സ് എന്ന് പറഞ്ഞ എന്താണ്? പിയർ ചെടികൾ. എന്താണ്? പിയർ കേട്ടോ, പയറല്ല. പിയർ ചെടികൾ, പിയർ പഴങ്ങൾ നിറഞ്ഞിട്ടുള്ള കള്ളിച്ചെടികൾ, അതിനാണ് പ്രിക്ലി പിയേഴ്സ് എന്ന് പറയാം. ഈ ഒരു തരം മുൾച്ചെടിയാണ്, പക്ഷേ ഇങ്ങനെ പിയർ പഴങ്ങൾ ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ടാവും, അതിനാണ് പ്രിക്ലി പിയേഴ്സ് എന്ന് പറയാം. പിയർ പഴങ്ങൾ നിറഞ്ഞിട്ടുള്ള മുൾച്ചെടികൾ. ദെൻ ഹെന്ന ട്രീസ്, എന്താണ്? മൈലാഞ്ചി ചെടി. ആൻഡ് എ ഫ്യൂ ഡേറ്റ് പാംസ് എന്ന് പറയുന്നത് ഈത്തപ്പഴത്തിൻ്റെ മരങ്ങൾ അല്ലേ. ഇങ്ങനെ രണ്ട് സൈഡിലും നിറയെ പൂന്തോട്ടവും വിശാലമായിട്ട് ഇങ്ങനെ ധാന്യങ്ങൾ നിറഞ്ഞ പാടങ്ങളും അതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ പോവുകയാണ്. മൈലാഞ്ചി ചെടികളുണ്ട്, പിയർ ചെടികളുണ്ട്, അതിൻ്റെ കൂടെ തന്നെ എന്തുണ്ട്? ഈത്തപ്പഴത്തിൻ്റെയൊക്കെ മരങ്ങളും ഉണ്ട് അല്ലേ. ഇതിൻ്റെ കടയിലൂടെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടിട്ടാണ് ഈ കുട്ടി എന്ത് ചെയ്യുന്നത്? പോകുന്നത്. ഓക്കെ. പക്ഷെ അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ആ കുട്ടി. വൈ സ്കൂൾ? എന്തിനാണ് സ്കൂൾ? എന്തിനാ സ്കൂളിൽ പോകുന്നത്? എന്തിനാണ് ഈ സ്കൂളൊക്കെ എന്ന് ചോദിക്കുകയാണ്. ഐ ചാലഞ്ച്ഡ് മൈ ഫാദർ ഓപ്പൺലി അല്ലേ. വളരെ ചലഞ്ചായിട്ട് അല്ലേ, ഒരു ചലഞ്ചിങ് എന്ന പോലെ ഞാൻ അച്ഛനോട് ചോദിക്കുകയാണ് അല്ലേ. എന്താണ് ചോദിച്ചത്? എന്തിനാണ് സ്കൂൾ എന്ന് വളരെ ചലഞ്ചോട് കൂടി ഞാൻ ഓപ്പണായിട്ട് ചോദിച്ചു. ഓക്കെ. ഐ ഷാൽ നെവർ ഡു എനിത്തിങ് ടു അനോയിങ് യു. ഞാനൊന്നും തന്നെ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിക്ക്, അനോയിങ് മീൻസ് എന്താണ്? ഒരു തരം ബുദ്ധിമുട്ടിക്കുക അല്ലെ, മറ്റുള്ളവർക്ക് ശല്യം ചെയ്യുന്ന രീതിക്ക്, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിക്ക് ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് വളരെ നിസ്സാരമായിട്ട് ആ കുട്ടി ചോദിക്കുകയാണ്. ദെൻ വൈ സ്കൂൾ? എന്തിനെന്നെ കൊണ്ടുപോകണം? ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം ചെയ്തില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്.
ഐ എം നോട്ട് പണിഷിങ് യു ആം ഐ? ഹി സെഡ് laughing. അല്ലേ, ഞാൻ നിന്നെ പണിഷ് ചെയ്യുകയല്ല, ഞാൻ നിന്നെ ശിക്ഷിക്കുകയല്ല, അങ്ങനെയാണോ എന്ന് വളരെ പുഞ്ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് അവൻ്റെ അച്ഛൻ പറയുകയാണ്. ഓക്കെ, സ്കൂൾ ഈസ് നോട്ട് എ പണിഷ്മെന്റ്. സ്കൂൾ ഈസ് നോട്ട് എ പണിഷ്മെന്റ്. സ്കൂൾ എന്ന് പറയുന്നത് ഒരു ശിക്ഷയല്ല. ഇറ്റ്സ് എ ഫാക്ടറി. അതൊരു ഫാക്ടറിയാണ്. ദാറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ ഓഫ് ചിൽഡ്രൻസ്. അല്ലേ, കുട്ടികളിൽ നിന്നും വളരെ നല്ല വ്യക്തികളെ, കുട്ടികളിൽ നിന്നും നല്ല ആളുകളെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഫാക്ടറിയാണ് സ്കൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഡോണ്ട് യു വാണ്ട് ടു ഗ്രോ അപ്പ്? നിനക്ക് വളരേണ്ടേ എന്ന് അച്ഛൻ ചോദിക്കുകയാണ്. ഓക്കെ, ഐ വാസ് നോട്ട് കൺവിൻസ്ഡ്. അല്ലേ, ഫസ്റ്റ് സ്കൂളിലോട്ട് പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഡയലോഗ് ഒന്നും എവിടെ എത്തില്ല. അല്ലേ, അതൊരിക്കലും ആ കുട്ടി എന്ത് ചെയ്തില്ല, കൺവിൻസ് ചെയ്തിട്ടില്ല. കാരണം ഇതൊന്നും അവൻ്റെ സങ്കടത്തിന് ഇതൊന്നും ഒരു കൺവിൻസ് ആയിട്ടില്ല. ഈ അച്ഛൻ്റെ ഈ ഡയലോഗുകളൊന്നും അവനെ കൺവിൻസ് ചെയ്തിട്ടില്ല. സോ I did not believe there was really any good to be had in tearing me away from the intimacy of my home and throwing me into his building. Building means കെട്ടിടം, throwing means വലിച്ചെറിയുക, intimacy means എന്താണ്, നല്ലൊരു ആത്മബന്ധം. കേട്ടോ, tearing away എന്ന് പറഞ്ഞാലും പറിച്ചെറിയുക എന്നൊരർത്ഥം കേട്ടോ. I didn't believe there was really any good to be had tearing me away from the intimacy of my home. ഇതൊരു നല്ലതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊന്നും നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു നല്ല കാര്യമായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. വീടുമായിട്ട് അത്രയും ഇൻറ്റിമസി ആയിട്ട് ആത്മബന്ധത്തിലിട്ട് എന്നെ അവിടെ നിന്നും വലിച്ചു പറിച്ചു കൊണ്ടുപോയി ഒരു വലിയ ബിൽഡിങ്ങിലോട്ട് വലിച്ചെറിയുന്നത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതൊന്നും എന്നെ കൺവിൻസ് ചെയ്യുന്നില്ല. കാരണം ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ല. കാരണം വീടുമായിട്ട് അത്രയും ആത്മബന്ധത്തിലിരിക്കുന്ന എന്നെ അവിടുന്ന് വലിച്ചു പറിച്ചു കൊണ്ടുവന്ന് ബിൽഡിങ്ങിലോട്ട്, സ്കൂൾ എന്ന് പറയുന്ന ആ വലിയ ബിൽഡിങ്ങിലോട്ട് വലിച്ചെറിയുന്നത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നാണ് കുട്ടി ചിന്തിക്കുന്നത്. It looked like some huge, high-walled fortress, stern and grim. അല്ലേ, എന്താണ്, ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് സം ഹ്യൂജ്, അത് വളരെ വലുതായിട്ട് തോന്നുകയാണ്. വലിയ കെട്ടിടങ്ങൾ, ഹൈ വാൾഡ്, വലിയ വലിയ മതിലുകളുള്ള വലിയ. ഫോർട്രസ് മീൻസ് എന്താണ്, കോട്ടയാണ് കേട്ടോ. ഇവിടെ തോട്ടം എഴുതിയിട്ടുണ്ട്, തോട്ടമല്ല, കോട്ടകളല്ലേ, വലിയ വലിയ കൊട്ടാരങ്ങളും കോട്ടകളൊക്കെ. ഓക്കെ, അതാണ് ഫോർട്രസ്. ആൻഡ് സ്റ്റേൺ മീൻസ് എന്താണ്, വളരെ കർശനമായിട്ടുള്ള, വളരെ വലിയ ഭയാനകരമായിട്ടുള്ള. ഗ്രിം മീൻസ് എന്താ, ഒരു ആകർഷകമൊന്നുമില്ലാത്ത, പേടിപ്പിക്കുന്ന രീതിക്ക് തോന്നുന്നത്, അതാണ് ഗ്രിമ്മ്. ഒരു പേടിപ്പിക്കുന്ന, ആകർഷണമില്ലാത്ത. സ്റ്റേ മീൻസ് കർശനമായിട്ടുള്ള, ഹുയിച്ച് വലുത്, വലിയ മതിലുകൾ കൊണ്ടൊക്കെ ഉള്ള ഒരു കോട്ട. അല്ലേ, അതിനിങ്ങനെ നമ്മൾ ഈ പിശാചിമാരുടെയൊക്കെ പണ്ടത്തെ കൊട്ടാരങ്ങളൊക്കെ നമ്മൾ പറയാറില്ലേ, എങ്ങനെയാണ് വലിയ കൊട്ടാരങ്ങളും വലിയ ഭയാനകരമായിട്ട് പേടി തോന്നുന്ന രീതിക്കുള്ള ഒരു ബിൽഡിംഗ് ആയിട്ടാണ് കുട്ടിക്ക് സ്കൂൾ കണ്ടപ്പോൾ ഫസ്റ്റ് ഫീൽ ചെയ്തത്. ഓക്കെ, when we arrived at the gate we could see the courtyard vast and crammed full of boys and girls. അല്ലേ, ഇനി എന്ത് ചെയ്യാണ്, when we arrived at the gate, അല്ലേ, ഗേറ്റ് കണ്ട് നമ്മൾ അകത്തോട്ട് പ്രവേശിച്ചപ്പോൾ, അതിൻ്റെ ഉള്ളിലോട്ട് ഞങ്ങൾ എത്തിയപ്പോൾ we could see the courtyard, നമ്മൾ എന്ത് കണ്ടു, ഒരു നല്ല അടിപൊളി മുറ്റം കണ്ടു. അല്ലേ, വാസ്റ്റ്, വിശാലമാണ്. അല്ലേ, എന്താണ് വിശാലമാണ്, ഗ്രാമഡ് മീൻസ് നിറഞ്ഞു നിൽക്കുകയാണ്. അല്ലേ, ഫുൾ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്, ബോയ്സിനെ കൊണ്ടും ഗേൾസിനെ കൊണ്ടും ഫുൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന വിശാലമായിട്ടുള്ള ഒരു മുറ്റമാണ് ആ കുട്ടി അതിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ ആദ്യം കണ്ടത്. Go in by yourself, said my father, and join them. അല്ലേ, അച്ഛൻ പറയാണ് ഗോ ഇൻ ബൈ യുവർ സെൽഫ്. അച്ഛൻ ഇങ്ങനെ ഗേറ്റിൻ്റെ അവിടെ എത്തി ഇങ്ങനെ കടന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ സ്വന്തമായിട്ട് പോവും. അല്ലേ, നീ സ്വന്തമായിട്ട് മുന്നോട്ട് പോവും എന്നാണ് പറഞ്ഞത്. ഓക്കെ, ആൻഡ് ജോയിൻ ദം, എന്നിട്ട് അവരുടെ കൂടെ ചേരൂ. ആ കുട്ടികളോടുണ്ടല്ലോ, എന്നിട്ട് അവരുടെ കൂടെ ചേരൂ. പുട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ് ആൻഡ് ബി എ ഗുഡ് എക്സാമ്പിൾ ടു അതേഴ്സ്, വോണ്ട് യു. എന്നിട്ട് എന്ത് ചെയ്യും, നിന്റെ മുഖത്തൊരു നല്ല പുഞ്ചിരി വരച്ചിട്ട് അവരുടെ കൂടെ പോയി ജോയിൻ ചെയ്യും. നീ മറ്റുള്ളവർക്ക് നല്ലൊരു എക്സാമ്പിൾ ആവണം, നല്ലൊരു മാതൃകയാവണം. നീ ആവില്ലേ എന്നാണ് ചോദിച്ചത്. ഓക്കെ, ഐ ഹെസിറ്റേറ്റഡ്, കുട്ടിയൊന്ന് മടിച്ചു നിന്നു. അല്ലേ, ഹെസിറ്റേറ്റ് ആയി, ഒന്നും കൂടെ മടിച്ചു നിൽക്കുക. ആൻഡ് ക്ലങ് ടു ഹിസ് ഹാൻഡ്, എന്നിട്ട് അച്ഛൻ്റെ കയ്യുമ്മത്തന്നെ ഇങ്ങനെ തൂങ്ങി നിന്നു. ഈ ഡയലോഗ് കൊണ്ടൊന്നും പോയിട്ടില്ല കേട്ടോ, ആള് അവിടെ തന്നെ തൂങ്ങി നിന്നു. ബട്ട് ഹി ജെന്റിലി പുഷ് മീ, അച്ഛൻ എന്ത് ചെയ്തു, വളരെ പതുക്കെ മൃദുവായിട്ട് എന്ത് ചെയ്തു, അവനകത്തോട്ടൊന്ന് അങ്ങോട്ട് തള്ളിക്കൊടുത്തു കേട്ടോ. ഫ്രം ഹിം ബി ബോൾഡ്, എന്നിട്ട് പറഞ്ഞു നീ ബോൾഡ് ആയിട്ടിരിക്കും, നല്ല ധൈര്യവാനായിരിക്കൂ എന്ന് അച്ഛൻ പറഞ്ഞു.
Today you truly begin life. You will find me waiting for you when it's time to leave. അല്ലേ? ടുഡേ യു ട്രൂലി ബിഗിൻ യുവർ, നിന്നാണ് നീ നിന്റെ ശരിക്കുള്ള ജീവിതം എന്ത് ചെയ്യുന്നത്, തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, യു വിൽ ഫൈൻഡ് മീ വെയിറ്റിംഗ് ഫോർ യു വെൻ ഇറ്റ്സ് ടൈം ടു ലീവ്. അല്ലേ? നിനക്ക് എന്നെ കാണാൻ കഴിയും. നീ പോവാനുള്ള സമയമാവുമ്പോൾ, ഇവിടെ നിന്നും പോവേണ്ട ടൈം ആവുമ്പോൾ, ഇവിടുന്ന് വിടുന്ന ടൈം ആവുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, നിനക്ക് കാണാൻ കഴിയും, ഞാൻ നിന്നെ അവിടെ വെയിറ്റ് ചെയ്യാം എന്നാണ് അച്ഛൻ പറഞ്ഞത്. ഓക്കെ, I took a few steps. അവൻ എന്ത് ചെയ്തു, 2-3 സ്റ്റെപ്പ് ഇങ്ങനെ ഉള്ളിലോട്ട് വെച്ചു. ഓക്കെ, then stopped. എന്നിട്ട് എന്ത് ചെയ്തു, ഒന്ന് നിന്നു. ഓക്കെ, I looked but saw nothing. എന്നിട്ട് എന്ത് ചെയ്തു, നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. ഓക്കെ, then the faces of boys and girls came into view. അല്ലേ? എന്നിട്ട് എന്ത് കണ്ടു, കുറച്ച് പിന്നെ ജസ്റ്റ് ഒന്ന് മുന്നോട്ട് നിങ്ങൾ പെട്ടെന്നൊന്നും കണ്ടില്ലെങ്കിലും പിന്നെ ഒരുപാട് ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും ഫേസ് അവന് കാണാൻ സാധിച്ചു. ഓക്കെ, ഐ ഡിഡിൻറ്റ് നോ എ സിംഗിൾ വൺ ഓഫ് ദം. എനിക്കതിൽ ആരെയും അറിയില്ലായിരുന്നു, ഒരാളെപ്പോലും എനിക്കറിയില്ല. നൺ ഓഫ് ദം ന്യൂ മീ. അവർക്ക് എന്നെയും, ഒരാൾക്കും എന്നെയും അറിയില്ല. ഓക്കെ, ഐ ഫെൽറ്റ് ഐ വാസ് സ്ട്രേഞ്ചർ ഹു ഹാഡ് ലോസ്റ്റ് ഹിസ് വേ. അല്ലേ? വഴി നഷ്ടപ്പെട്ട ഒരു അപരിചിതനെ പോലെയാണ്, ഒരു സ്ട്രേഞ്ചറെ പോലെയാണ് എനിക്കപ്പോൾ തോന്നിയത്. ഓക്കെ, ബട്ട് ഗ്ലാൻസസ് ഓഫ് ക്യൂരിയോസിറ്റി വർ ഡയറക്റ്റഡ് ടുവേർഡ്സ് മീ. അല്ലേ? ഗ്ലാൻസസ് മീൻസ് എന്താണ്, നോട്ടങ്ങൾ. ക്യൂരിയോസിറ്റി ആണ് ആകാംക്ഷയോടെയുള്ള പല നോട്ടങ്ങളും എൻ്റെ നേർക്ക് വന്നു. അല്ലേ? ഡയറക്റ്റ് ടുവേർഡ്സ് മീ പറഞ്ഞാൽ എൻ്റെ നേരെ പല ആളുകളും ഇങ്ങനെ ക്യൂരിയോസിറ്റിയോടുകൂടി, നമ്മുടെ സ്കൂളിലൊക്കെ ഒരു പുതിയ കുട്ടി വന്ന് നമ്മൾ നോക്കാറില്ലേ, അതേപോലെ പല ആളുകൾ എന്ത് ചെയ്യാണ്, അവനെ ഇങ്ങനെ ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ നോക്കുകയാണ്. ഓക്കെ, ആൻഡ് എ ബോയ് അപ്രോച്ച്ഡ് ആൻഡ് ആസ്ക്ഡ്. ഒരു ബോയ് അവനെ അപ്രോച്ച് ചെയ്തു, ഐ മീൻ അവൻ്റെ അടുത്തേക്ക് സമീപിച്ചു. എന്ത് ചോദിച്ചു? ആസ്ക്ഡ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഹു ബ്രോട്ട് യു? നിന്നെ ആരാണ് ഇവിടെ കൊണ്ടുവന്ന് വിട്ടത്? നിന്നെ ആരാണ് ഇങ്ങോട്ട് നിന്നെ ആരാണ് ഇവിടെ കൊണ്ടുവന്നാക്കിയത് എന്ന് ചോദിക്കുകയാണ്. മൈ ഫാദർ, ഐ വിസ്പേർഡ്. പതുക്കെ പറഞ്ഞു, ഒരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ. പതുക്കെ പറയാണ്, വിസ്പേർഡ് മീൻസ് മന്ത്രിക്കുക കേട്ടോ. പതുക്കെ പറയാണ്, മൈ ഫാദർ, എൻ്റെ അച്ഛൻ എന്ന് പറയാണ് കേട്ടോ. മൈ ഫാദേഴ്സ് ഡെഡ്. എൻ്റെ അച്ഛൻ മരിച്ചു. ഓക്കെ, ഷീ സെഡ് ക്വൈറ്റ് സിംപ്ലി. ആ വളരെ സിമ്പിളായിട്ട് പറയാണ്, ആ കുട്ടി വളരെ സിമ്പിളായിട്ട് പറയാണ്, എൻ്റെ അച്ഛൻ മരിച്ചു. ഓക്കെ, ഐ ഡിഡ്ന്റ് നോ വാട്ട് ടു സേ. എനിക്കറിയില്ല എന്താണ് അതിന് മറുപടി തിരിച്ചു കൊടുക്കേണ്ടത് എന്നുള്ളത്. അല്ലേ? ചെറിയ മക്കളെ, വലിയ ആളുകളാണെങ്കിൽ സാരില്ല എന്നൊക്കെ പറയും, പക്ഷെ കുഞ്ഞു മക്കൾക്കൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ആ കുട്ടിക്ക് അറിയില്ലായിരുന്നു, മീൻസ് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു എന്താണ് ഞാൻ തിരിച്ച് മറുപടി പറയുക എന്നുള്ളത് കേട്ടോ. ദ ഗേറ്റ് വാസ് ക്ലോസ്ഡ്. എന്ത് സംഭവിച്ചു? ഗേറ്റ് എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. ലെറ്റിംഗ് ഔട്ട് എ പിറ്റിയബിൾ സ്ക്രീച്ച്. എന്ത് ചെയ്തു? ഒരു ശബ്ദം അങ്ങ് കേട്ടു. എ പിറ്റിയബിൾ സ്ക്രീച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ദയനീയമായിട്ടുള്ള, അല്ലെ? പിറ്റിയബിൾ മീൻസ് ദയനീയമായിട്ടുള്ള നിലവിളി അങ്ങോട്ട് ഉറക്കെ അങ്ങ് കേട്ടു. അല്ലെ? ലെറ്റിംഗ് മീൻസ് അലറി വിളിക്കുകയാണ്. അല്ലെ? ആ ഗേറ്റ് അങ്ങ് അടച്ചോട് കൂടിയിട്ട് ഒരു ദയനീയമായിട്ടുള്ള നിലവിളി അങ്ങോട്ട് കേട്ടു. സം ഓഫ് ദ ചിൽഡ്രൻസ് ബേഴ്സ്റ്റ് ഇൻ ടു ടീയേഴ്സ്. അല്ലേ? കണ്ണുനീരങ്ങ് പൊട്ടുകയാണ്. ബേഴ്സ്റ്റ് കാരണം എന്താണ്? പൊട്ടിത്തെറിക്കുകയാണ് ചില കുട്ടികളുടെ കണ്ണുനീരൊക്കെ കേട്ടോ. ദ ബെൽ റാങ്. ബെല്ലടിച്ചു. ഓക്കെ, ബെല്ലെന്ത് ചെയ്തു? അടിച്ചു. എ ലേഡി കെം അലോങ് ഫോളോഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് മെൻ. അല്ലേ? ഒരു ലേഡി ഇങ്ങനെ കയറി വന്നു, അതിൻ്റെ കൂടെ എന്ത് ചെയ്തു? അതിനെ ഫോളോ ചെയ്തിട്ട് കുറേ ജെൻസും കുറേ ആണുങ്ങളും അതിൻ്റെ കൂടെ തന്നെ കയറി വന്നു. ദ മെൻ ബിഗൻ ടു സോർട്ടിങ് അസ് ഇൻ ടു റാങ്ക്. ഞങ്ങളെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ അവരെന്ത് ചെയ്തു? വേർതിരിച്ചു. അല്ലേ? സോർട്ടിങ് അസ് മീൻസ് വേർതിരിക്കുക. എന്ത് റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ ക്ലാസ് ഒക്കെ ആയിരിക്കും, എ ബി എന്ന അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ചിലപ്പം KG അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഇങ്ങനെ കുട്ടികളുടെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ അവരെങ്ങനെ എന്ത് ചെയ്തു? ആളുകൾ ഇങ്ങനെ വേർതിരിച്ചു. ഓക്കെ, എന്നിട്ട് പറയാണ്, ദിസ് ഈസ് യുവർ ന്യൂ ഹോം. ഇത് നിങ്ങളുടെ പുതിയ വീടാണ്. ഓക്കെ, സെഡ് ദ വുമൺ. ആ ലേഡി പറയാണ്, ആ വുമൺ പറയാണ്, ദിസ് ഈസ് യുവർ ന്യൂ ഹോം. ഇത് നിങ്ങളുടെ പുതിയ വീടാണ്.
ഹിയർ ടു ദർ ആർ മദേഴ്സ് ആൻഡ് ഫാദേഴ്സ്. ഇവിടെ നിങ്ങൾക്ക് എന്തുണ്ട്? ഇവിടെ നിങ്ങൾക്ക് അച്ഛനും അമ്മയും ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് അച്ഛന്മാരും അമ്മമാരും ഉണ്ട്. ഹിയർ ദർ ഇസ് എവറിത്തിങ് ദാറ്റ് ഈസ് എൻജോയബിൾ ആൻഡ് ബെനിഫിഷ്യൽ ടു നോളജ് ആൻഡ് ലൈഫ്. അല്ലെ, ഇവിടെ എന്തുണ്ട്? ഇവിടെ എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് സന്തോഷിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ വളരെ പ്രയോജനകരമായിട്ടുള്ള അറിവുകൾ തരുന്ന എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ ജീവിതത്തിന് പ്രയോജനകരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, സന്തോഷമാവട്ടെ അറിവാവട്ടെ എല്ലാം ഉണ്ട്. എന്ത്? ഇവിടെ. ഡ്രൈ യുവർ ടീയേഴ്സ്, നിങ്ങളുടെ കണ്ണുനീർ തുടക്കൂ. ഡ്രൈ യുവർ ടീയേഴ്സ് ആൻഡ് ഫേസ്, അല്ലെ, നിങ്ങളുടെ മുഖവും കണ്ണുനീരും തുടക്കുക. ജോയ്ഫുള്ളി വോണ്ട് യു, അല്ലെ, എന്താണ്? ഡ്രൈ യുവർ ടീയേഴ്സ് ആൻഡ് ഫേസ് ലൈഫ് ജോയ്ഫുള്ളി വോണ്ട് യു, അല്ലെ, കണ്ണുനീർ തുടച്ചുകൊണ്ട് ജീവിതത്തെ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. കണ്ണുനീർ തുടക്കൂ, ഹാപ്പി ആയിട്ടിരിക്കൂ. നിങ്ങൾ അത് ചെയ്യില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, വി സബ്മിറ്റഡ് ടു ദ ഫാക്ട്. അവസാനം എന്ത് ചെയ്തു? ഡോർ അടിച്ചു. അച്ഛനമ്മമാരൊക്കെ പോയി. അവരവസാനം എന്ത് ചെയ്തു? ഞങ്ങളുടെ വിധി തന്നെയാണ്, അല്ലെ, ഇനി രക്ഷപ്പെടാൻ മാർഗമൊന്നുമില്ല, ഇത് ഞങ്ങളുടെ ലോകം തന്നെയാണ്, ഇത് നമ്മൾ ഇനി ഉൾക്കൊണ്ടേ പറ്റുള്ളൂ എന്നുള്ള ചെറുതായിട്ട് അവരെന്ത് ചെയ്തു? ഒന്ന് സബ്മിറ്റ് ചെയ്തു, ഒന്ന് സറൗണ്ട് ആയിട്ടോ. അവരെന്ത് ചെയ്തു? ഒന്ന് കീഴടങ്ങി കേട്ടോ. എന്ത് കീഴടങ്ങി? ആ ഫാക്ട്, ആ സത്യത്തോട് അവരൊന്ന് കീഴടങ്ങി. ഇതാണ് സത്യം, ഇത് തന്നെയാണ് ഞങ്ങളുടെ ലോകം എന്നുള്ള ആ ഒരു സത്യത്തോട് അവർ സ്വയം ഒന്ന് കീഴടങ്ങി. ഓക്കെ, ആൻഡ് ദിസ് സബ്മിഷൻ, ആ കീഴടങ്ങൽ ബ്രോട്ട് എ സോർട്ട് ഓഫ് കണ്ടന്റ്മെന്റ്. എന്താണ്? അത് അവർക്ക് ചെറിയൊരു സന്തോഷം, ഒരു സംതൃപ്തിയൊക്കെ കൊടുത്തു, അല്ലെ. നമ്മൾ കുറേ കരഞ്ഞ് അവസാനം ഇത് തന്നെയാണ് എൻ്റെ വിധി എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് ചെറിയൊരു ആശ്വാസം കിട്ടും, അല്ലേ. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, അല്ലേ. നമ്മൾ എന്ത് ചെയ്യുക? അതങ്ങോട്ട് ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ ഒരു ചെറിയൊരു റിലാക്സേഷൻ കിട്ടും, അല്ലേ. അതേപോലെ ഇവിടെ കുട്ടികൾക്ക് എന്ത് കിട്ടി? അവരുടെ വിധിയാണ്, ഇത് അവരുടെ ക്ലാസ് തന്നെയാണ്, ഇവിടെ നിന്ന് പോകാൻ കഴിയില്ല, ഇത് ഞങ്ങളുടെ മേഖലയാണ് എന്ന് അവർ ഉൾക്കൊണ്ടപ്പോൾ അവർക്ക് അതിൽ നിന്നും ഒരു ചെറിയൊരു സംതൃപ്തി കിട്ടി. ഓക്കെ, ലിവിങ് ബീയിങ്സ് ആർ ഡ്രോൺ ടു ദർ ലിവിങ് ബീയിങ്സ് എന്നാണല്ലോ, അല്ലെ. മനുഷ്യജീവികൾ പരസ്പരം എന്ത് ചെയ്യും? പരസ്പരം ആകർഷിക്കും, അല്ലെ. പരസ്പരം മനുഷ്യജീവികൾ ആകർഷിക്കും, അല്ലെ. നമ്മൾ സ്കൂളിൽ ചെന്നിട്ട് പരസ്പരം കുട്ടികൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും അല്ലേ, കണ്ടിട്ടില്ലേ? ഒരു ഏരിയയിലൊക്കെ ഇപ്പോൾ ദൂരെ കണ്ടിപ്പോൾ നമ്മൾ പരിചയമില്ലാത്ത ബസ് സ്റ്റോപ്പ് ആണെങ്കിലും എവിടെയാണെങ്കിലും എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കുറേ സമയം കഴിയുമ്പോൾ പതുക്കെ പരിചയമില്ലാത്തവരൊക്കെ പരസ്പരം ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ, അല്ലേ. അതുപോലെ മനുഷ്യജീവികൾ തമ്മിൽ പരസ്പരം എന്ത് ചെയ്യും? ആകർഷിക്കും. ആൻഡ് ഫ്രം ദ ഫസ്റ്റ് moment my heart, അതുപോലെ ഇദ്ദേഹത്തിന്റെ ഹൃദയം, അല്ലെ, from the first moment my heart made friends with such boys as were to my friends and fell in love with such girls as I was to be loved with, അല്ലെ. അദ്ദേഹത്തിന് ആരെയാണോ ഫ്രണ്ട് ആക്കേണ്ടത് ആ കുട്ടികൾ അദ്ദേഹത്തിന്റെ ഹൃദയം എന്ത് ചെയ്തു? ഉൾക്കൊണ്ടു, അല്ലെ. ഹൃദയം കണ്ടുപിടിച്ചു, അല്ലെ, ആ ബോയ്സിന്. അതുപോലെ fell in love with such girls, ഏത് പെൺകുട്ടിയാണോ അദ്ദേഹം ഇഷ്ടപ്പെടേണ്ടത്, ഇവിടെ പ്രണയിനി എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, അല്ലാതെ ഫ്രണ്ട്ഷിപ്പ് അല്ല കേട്ടോ. അപ്പൊ ഏത് കുട്ടിയാണോ അല്ലെങ്കിൽ ഏത് പെൺകുട്ടിയാണോ അദ്ദേഹം ഇഷ്ടപ്പെടേണ്ടത് ആ കുട്ടിയെയും അദ്ദേഹം എന്ത് ചെയ്യാണ്? കണ്ടുപിടിക്കുക. ആ പെൺകുട്ടികളെയും അദ്ദേഹം എന്ത് ചെയ്യാണ്? കണ്ടുപിടിക്കുകയാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ഹൃദയം അദ്ദേഹത്തിന് വേണ്ട ഫ്രണ്ട്ഷിപ്പ് ആവേണ്ട ബോയ്സിനെയും ഇഷ്ടപ്പെടേണ്ട ഗേൾസിനെയൊക്കെ എന്ത് ചെയ്യാണ്? ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിന്റെ മനസ്സ് കണ്ടുപിടിക്കുകയാണ്. Then it seemed to me my misgivings had no basis. എന്നിട്ട് അദ്ദേഹം തിരിച്ചറിയുകയാണ് അദ്ദേഹത്തിന്റെ ആശങ്കകള്, ടെൻഷന്, അദ്ദേഹത്തിന്റെ എല്ലാത്തിനും ഒരു ബേസും ഇല്ല, അല്ലെ, ഒരു കാര്യമില്ല എന്ന് അദ്ദേഹം മനസ്സിലാവാണ്, അല്ലെ. ഇതിനൊരു അടിസ്ഥാനവും ഇല്ല, ഇതിലൊന്നും ഒരു കാര്യമില്ല, എൻ്റെ ആശങ്കകൾക്കൊന്നും ഒരു ആവശ്യമില്ല എന്നുള്ളത് ആ വ്യക്തി എന്ത് ചെയ്യാണ്? ആ കുട്ടി തിരിച്ചറിയുകയാണ്. ക്ലിയർ ആയല്ലോ? I had never imagined school would have this rich variety, അല്ലേ. ആ കുട്ടി ഒരിക്കലും വിചാരിച്ചില്ലായിരുന്നു സ്കൂൾ ഇത്രയും വലിയൊരു വെറൈറ്റി ആയിട്ട് റിച്ച് ആയിട്ടുള്ള അടിപൊളിയാണെന്ന് ഒരിക്കലും ആ കുട്ടി വിചാരിച്ചിട്ടില്ലായിരുന്നു. ഓക്കെ, വി പ്ലേഡ് ഓൾ സോർട്ട് ഓഫ് ഗെയിംസ്, ഞങ്ങൾ ഒരുപാട് ഗെയിംസ് കളിച്ചു. സിങ്സ്, ദ വാണ്ടിങ് ഹോഴ്സ്, ബോൾ ഗെയിംസ്, എന്തൊക്കെ കളികളാണ് കുട്ടികൾ കളിക്കുന്ന കളിയാണ് കേട്ടോ. കുതിര ചാടിക്കളി, ബോൾ കളി, ഊഞ്ഞാലാട്ടം, ഇങ്ങനെ ഡിഫറെന്റ് കളികൾ ഞങ്ങൾ കളിച്ചു. ഇൻ ദ മ്യൂസിക് റൂം വി ചാറ്റഡ് അവർ ഫസ്റ്റ് റൂം, അല്ലേ. നമ്മുടെ ഫസ്റ്റ് മ്യൂസിക് ക്ലാസ്സിൽ ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങളുടെ ആദ്യത്തെ പാട്ട് ഞങ്ങൾ എന്ത് ചെയ്തു? ചാറ്റ് ചെയ്തു, മീൻസ് പാടി എന്നൊരർത്ഥം, അല്ലേ. അത് ഞങ്ങൾ
ആലപിച്ചു കേട്ടോ. ചാറ്റഡ് മീൻസ് ആലപിക്കുക, പാടുക കേട്ടോ. ദെൻ വി ഓൾസോ ഹാഡ് അവർ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ലാംഗ്വേജ് അല്ലേ. ഞങ്ങളുടെ ഭാഷയുടെ ആദ്യ ആമുഖം ഞങ്ങൾ പഠിച്ചു. ഭാഷയുടെ ആദ്യ അക്ഷരങ്ങൾ, ഭാഷയുടെ ആദ്യ ആമുഖം ഞങ്ങൾ പഠിച്ചു. വി സോ എ ഗ്ലോബ് ഓഫ് ദ എർത്ത് വിച്ച് റിവോൾവ്ഡ് അല്ലേ. കറങ്ങുന്ന ഒരു ഗ്ലോബ്, ഒരു ഭൂമിയുടെ ഒരു ഗ്ലോബ് ഞങ്ങൾ എന്ത് കണ്ടു? ഞങ്ങൾ കണ്ടു. ആൻഡ് ഷോഡ് ദ വേരിയസ് കോണ്ടിനെന്റ്സ് ആൻഡ് കൺട്രീസ് അല്ലേ. ഷോഡ് ദ വേരിയസ് കോണ്ടിനെന്റ്സ് ആൻഡ് കൺട്രീസ് അല്ലേ. എന്താണ്? ഡിഫറെന്റ് ഭൂഖണ്ഡങ്ങളും അതുപോലെ രാജ്യങ്ങളും ഞങ്ങൾ കണ്ടു അല്ലേ. വി സ്റ്റാർട്ടഡ് ലേണിംഗ് ദ നമ്പേഴ്സ്. എന്താണ്? ഞങ്ങൾ നമ്പേഴ്സ് ആദ്യമായിട്ട് പഠിക്കാൻ തുടങ്ങി. വി ഏറ്റ് ഡെലീഷ്യസ് ഫുഡ്. വളരെ അടിപൊളിയായിട്ടുള്ള, വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള അല്ലേ, വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഞങ്ങൾ കഴിച്ചു. ടുക്ക് എ ലിറ്റിൽ നാപ്പ്. ഒരു ചെറിയ ഉറക്കം ഞങ്ങൾ ഉറങ്ങി. ആൻഡ് വോക്കപ്പ് ടു ഗോ ടു ഓൺ വിത്ത് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലവ്, പ്ലേ ആൻഡ് ലേണിംഗ് അല്ലേ. തിരിച്ച് ചെറിയൊരു ഉറക്കം, ഭക്ഷണം കഴിച്ചു, ചെറിയൊരു ഉറക്കം ഉറങ്ങി, വീണ്ടും സ്നേഹത്തിൻ്റെയും ഫ്രണ്ട്ഷിപ്പിൻ്റെയും അറിവിൻ്റെയും എല്ലാം ലോകത്തേക്ക്, കളിയുടെയും ലോകത്തേക്ക് ഞങ്ങൾ എന്ത് ചെയ്യും? തിരിച്ചു പോകും. ഇപ്പം എന്തായി? വളരെ മനോഹരമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ആ കുട്ടിക്ക് ആദ്യ ദിവസത്തെ ആ ഒരു ടെൻഷനൊക്കെ മാറി ഇപ്പം വളരെ മനോഹരമായിട്ടാണ് ആ കുട്ടിക്ക് തോന്നുന്നത്. ഓക്കെ. ആസ് അവർ പാത്ത് റിവീൽഡ് ഇറ്റ്സെൽഫ് ടു ആസ് അല്ലേ. ഞങ്ങൾക്ക് എന്തായി? ഞങ്ങൾക്ക് തിരിച്ചറിയാൻ തുടങ്ങി അല്ലേ. ഞങ്ങൾക്കത് വെളിപ്പെട്ടു എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി, പാത്ത് മീൻസ് എന്താണ്? വഴി കേട്ടോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി എന്തായി? സ്വയം തെളിയപ്പെട്ടു. ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ വഴി അല്ലേ. ഏതാണ് ഞങ്ങളുടെ വഴി? ഏതാണ് മീൻസ് എന്താവണം, പഠിച്ചിട്ട് എന്താവണം എന്നുള്ളതൊക്കെ ഉണ്ടാവില്ലേ. അപ്പം ഞങ്ങളുടെ വഴികൾ ഞങ്ങൾക്ക് എന്തായി? സ്വയം തെളിഞ്ഞു. ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ വഴികൾ തെളിഞ്ഞു. ഹവർ എന്നിരുന്നാലും we did not find it is totally sweet and unclouded. അത് വളരെ മധുരമുള്ളതും തടസ്സങ്ങളുള്ളതുമായിട്ടല്ലാത്തതല്ല അല്ലേ. തടസ്സങ്ങളുള്ളതുമാണ്, അതുപോലെ വളരെ മനോഹരമായിട്ടുള്ളതുമായിട്ടും വളരെ സ്വീറ്റ് ആയിട്ടുള്ളതും മധുരമുള്ളതുമല്ല അല്ലേ. പ്രയാസമുള്ളതൊക്കെയാണ് എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. ദെൻ Dust land and winds, an unexpected accident could happen suddenly. അവിടെ എന്തൊക്കെ സംഭവിക്കും? പെട്ടെന്ന് പൊടിക്കാറ്റുകൾ വരും അല്ലേ. പൊടിക്കാറ്റുകളും പ്രതീക്ഷിക്കാത്ത അപകടങ്ങളും വന്ന് സംഭവിക്കും. വി ഹാഡ് ബി വാച്ച്ഫുൾ ആൻഡ് വെരി പേഷ്യൻറ്റ്. നമ്മൾ എന്ത് ചെയ്യണം? വളരെ ശ്രദ്ധാപൂർവം നമ്മൾ എന്ത് ചെയ്യണം? വളരെ ശ്രദ്ധിച്ച്, വളരെ പേഷ്യൻ്റായിട്ട്, വളരെ എന്ത് ചെയ്യണം? വളരെ ശ്രദ്ധയോടുകൂടി, വളരെ ക്ഷമയോട് കൂടിയിട്ട് വേണം നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്ത് ആ ലൈഫ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാം. കാരണം വളരെ സുഖകരമൊന്നുമല്ല. ഒരുപാട് തടസ്സങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും പെട്ടെന്ന് ആക്സിഡൻറ്റുകളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ലൈഫിൽ സംഭവിക്കാം. ശരിക്കുള്ള ആക്സിഡൻ്റ് അല്ല, അത് ലൈഫിലെ പ്രോബ്ലംസ് ആണ് ഈ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇറ്റ് വാസ് നോട്ട് ഓൾ എ മാറ്റർ ഓഫ് പ്ലേയിങ് ആൻഡ് ഫൂളിങ് അറൗണ്ട് അല്ലേ. ഇതെന്താണ്? നമ്മുടെ ചുറ്റുപാടും നടക്കുന്നത് എല്ലാം ഒരു കുട്ടിക്കളിയും ഒരു വിഡിത്തമായിട്ട് നമുക്ക് തോന്നരുത് അല്ലേ. ചുറ്റും എപ്പോഴും കളിയും തമാശകളും എല്ലാം നടക്കുന്നത് അല്ലേ. Rivalries could bring about pain and hatred or give rise to fighting, and while the woman would sometimes smile, she would often scowl and scold അല്ലേ. ചില സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? മത്സരങ്ങൾ അല്ലേ. മത്സരങ്ങൾ ചില സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് പെയിനുകൾ തരുന്നുണ്ട്, വെറുപ്പ് തരുന്നുണ്ട്. ഫൈറ്റ് അല്ലേ, പരസ്പരം അടിയും വെറുപ്പും ഒക്കെ തരുന്നത്. ഇതൊക്കെ ഈ ചാപ്റ്റർ ശരിക്കൊരു ഒരുതരം അലിഗറിയാണ് കേട്ടോ. അലിഗറി മീൻസ് എന്താണ്? ഒരു മീനിങ്, ഒരു സിമ്പിൾ യൂസ് ചെയ്തിട്ട് വലിയൊരു മീനിങ് പറഞ്ഞു തരാം. ഓക്കെ. ഇവിടെയൊക്കെ നമ്മൾ കുട്ടിപ്രായമല്ല കേട്ടോ ഈ കാണുന്നത്. നമ്മുടെ ലൈഫിൽ മനുഷ്യ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നതും അതുപോലെ എപ്പോഴും മനോഹരമല്ല നമ്മുടെ ലൈഫ്, ആണോ? അല്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങളും വലിയ വലിയ പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. ആളുകൾ മത്സരിക്കുകയാണ് അല്ലേ. പല കാര്യങ്ങൾക്കും മത്സരിക്കുകയാണ്, യുദ്ധം ചെയ്യുകയാണ് പരസ്പരം. അതൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഇൻഡയറക്റ്റ് മീനിങ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. സോ എന്താണ്? പരസ്പരം ഫൈറ്റ് ചെയ്യാണ്, മത്സരം ചെയ്യാണ്. അതിൽ നിന്നൊക്കെ വെറുപ്പും പെയിനും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. ആൻഡ് വൈൽ ദ വുമൺ വുഡ് സംടൈംസ് സ്മൈൽ. ചില സമയത്ത് ആ സ്ത്രീ എന്ത് ചെയ്യുന്നുണ്ട്? ചിരിക്കുന്നുണ്ട്. ഷീ വുഡ് ഓഫൺ, പക്ഷേ ഇടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സ്കൗൾ ആൻഡ് സ്കോൾഡ്. എന്താണ് സ്കൗൾ എന്ന് പറഞ്ഞാൽ?
മുഖം കനിപ്പിക്കുക. ഓക്കെ, സ്കോൾഡ് പറഞ്ഞാൽ എന്താണ്? ചീത്ത പറയാ കേട്ടോ. ചീത്ത പറയാ, മുഖം കനിപ്പിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. ചില സമയത്ത് ആ സ്ത്രീ ചിരിക്കുന്നുണ്ടെങ്കിലും ചില സമയത്ത് അത് ചീത്ത പറയാ, അടിക്കുകയും അതുപോലെ ശകാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈവൻ മോർ ഫ്രീക്വൻ്റ്ലി, ഇടയ്ക്കിടയ്ക്ക് ഷീ വുഡ് റിസോർട്ട് ടു ഫിസിക്കൽ പണിഷ്മെന്റ് അല്ലേ. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള ശിക്ഷകൾ വരെ എന്ത് ചെയ്യുന്നുണ്ട്? തരുന്നുണ്ട്. ഓക്കെ, the bell rang announcing the passing of the day and the end of the work. അല്ലേ, ബെല്ലടിച്ചു അല്ലേ, ബെല്ലടിച്ചു. എന്ത് ചെയ്തു? ആ ബെല്ലടിച്ചു, അനൗൺസ് പാസിംഗ് ഓഫ് ദ ഡേ ആൻഡ് ദ എൻഡ് ഓഫ് ദ വർക്ക് അല്ലേ. അന്നത്തെ ദിവസം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അനൗൺസ് ചെയ്തുകൊണ്ട് ബെല്ലടിച്ചു. അതിനുള്ള ഒരു അനൗൺസ്മെന്റ് ആണല്ലോ ബെല്ല് എന്ന് പറയുന്നത്. ബെല്ലടിച്ചു, അന്നത്തെ വർക്ക് എന്ത് ചെയ്തു? അവസാനിച്ചു അല്ലേ. The throngs of the children rushed towards the gate. അല്ലെ, throngs means എന്താണ്? കൂട്ടം അല്ലെ, കുട്ടികളുടെ കൂട്ടം. റഷ്ഡ്, ഓടുകയാണ് അല്ലെ, ടുവേർഡ്സ് ഗേറ്റ്, ഗേറ്റിന്റെ അടുത്തേക്ക് എന്ത് ചെയ്യാണ്? ഓടുകയാണ്. വിച്ച് വാസ് ഓപ്പൺ അഗെയിൻ അല്ലെ, അത് അടച്ച ഗേറ്റ് ആയിരുന്നല്ലോ, അത് ഒരിക്കൽ കൂടെ എന്ത് ചെയ്തു? തുറന്നു. ഓക്കെ, I bade farewell to friends and sweetheart and passed through the gate. അല്ലേ, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും അതുപോലെ എൻ്റെ പ്രണയിനിയോടും എല്ലാം എന്ത് പറഞ്ഞു? യാത്ര പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? തിരിച്ചു വന്നു. ആൻഡ് പാസ്ഡ് ത്രൂ ദ ഗേറ്റ്, എന്നിട്ട് എന്ത് ചെയ്തു? ഗേറ്റിലൂടെ അങ്ങോട്ട് പുറത്തോട്ട് പാസ് ചെയ്തു. I peered around but found no trace of my father who had promised to be there. അല്ലേ, ഞാൻ എന്ത് ചെയ്തു? ഇങ്ങനെ ഗേറ്റിന്റെ പുറത്തോട്ട് വന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് അല്ലേ, പിയോട് ഉറ്റു നോക്കുകയാണ്. എനിക്ക് അവിടെ കാത്തു നിൽക്കാമെന്ന് വാക്ക് തന്നെ പ്രോമിസ് ചെയ്ത് എൻ്റെ അച്ഛനെ അവിടെ എന്ത് ചെയ്യുന്നില്ല? കാണുന്നില്ല. ഓക്കെ, ഐ സ്റ്റെപ്ഡ് aside to wait. അല്ലേ, ഞാനൊരു സ്റ്റെപ്പ് വെച്ചിട്ട് എന്ത് ചെയ്തു? അവിടെ ഒന്ന് ഇങ്ങനെ മാറി നിന്നിട്ട് എന്ത് ചെയ്തു? കുറച്ച് സമയം എന്ത് ചെയ്തു? ഒന്ന് വെയിറ്റ് ചെയ്തു. ഓക്കെ, when I had waited for a long time without a while. എന്താണ്? ഒരു പ്രയോജനവും ഒരു പ്രതീക്ഷയും ഇല്ലാത്ത, വെൽ മീൻസ് ഒരു പ്രയോജനവും ഇല്ലാതെ ഞാൻ കുറേ നേരം എന്ത് ചെയ്തു? അവിടെ വെയിറ്റ് ചെയ്തു. ഐ ഡിസൈഡഡ് ടു റിട്ടേൺ ഹോം ഓൺ മൈ ഓൺ. അല്ലേ, അങ്ങനെ ഞാൻ ഒരു പ്രതീക്ഷയുമില്ലാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്തപ്പോൾ ഞാൻ എന്ത് തീരുമാനിച്ചു? വീട്ടിലോട്ട് ഞാൻ തനിയെ പോവാൻ തീരുമാനിച്ചു. ഞാൻ ഒറ്റയ്ക്ക് പോവാൻ തീരുമാനിച്ചു. ആഫ്റ്റർ ഐ ഹാഡ് ടേക്കൻ എ ഫ്യൂ സ്റ്റെപ്പ്. അല്ലേ, ഞാനൊരു 2 സ്റ്റെപ്പ്, കുറച്ച് സ്റ്റെപ്പ് ഇങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ തീരുമാനിച്ച് മുന്നോട്ട് വെച്ചപ്പോൾ എ മിഡിൽ ഏജ്ഡ് മാൻ പാസ്ഡ് ബൈ. ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള ആള് എൻ്റെ സൈഡിലൂടെ അങ്ങ് പാസ് ചെയ്തു പോയി. ആൻഡ് ഐ റിയലൈസ്ഡ് അറ്റ് വൺസ് ദാറ്റ് ഐ ന്യൂ ഹിം. ഞാൻ അപ്പം തന്നെ തിരിച്ചറിഞ്ഞു, എനിക്ക് ഒരിക്കൽ അദ്ദേഹത്തെ അറിയാം, ആ വ്യക്തിയെ എനിക്ക് അറിയാം എന്നുള്ളത് എനിക്ക് അപ്പം തന്നെ മനസ്സിലായി. ഹി കെയിം ടുവേർഡ്സ് മീ. അദ്ദേഹം എൻ്റെ നേരെ വന്നു. സ്മൈലിംഗ് ആൻഡ് ഷൂക്ക് മീ ബൈ ദ ഹാൻഡ്. എന്നിട്ട് ചിരിച്ചുകൊണ്ട് എൻ്റെ കൈ ഇങ്ങനെ എന്ത് ചെയ്തു? ഒന്ന് ഷെയ്ക്കാൻ തരാം അല്ലേ, എന്നിങ്ങനെ കുലുക്കി. സെയിങ്, എന്നിട്ട് എന്ത് പറഞ്ഞു? ഇറ്റ്സ് എ ലോങ് ടൈം സിൻസ് വി ലാസ്റ്റ് മെറ്റ്, ഹൗ ആർ യു? ഒരുപാട് കാലമായി നമ്മൾ തമ്മിൽ ലാസ്റ്റ് കണ്ടിട്ട് അല്ലേ. ഹൗ ആർ യു? നിനക്ക് എന്താണ്? സുഖമാണോ? ഓക്കെ, വിത്ത് എ നോഡ് ഓഫ് മൈ ഹെഡ് ഐ അഗ്രീഡ് വിത്ത് ഹിം ആൻഡ് ഇൻ ടേൺ ആസ്ക്ഡ്. അല്ലേ, ഞാനിങ്ങനെ തല കുലുക്കിക്കൊണ്ട് എന്ത് ചെയ്തു? സുഖമാണെന്ന് പറഞ്ഞു. അഗ്രീഡ് വിത്ത് ഹിം, അത് സമ്മതിച്ചു കൊടുത്തുകൊണ്ട് കേട്ടോ. ആൻഡ് ഇൻ ടേൺ ആസ്ക്ഡ്, എന്നിട്ട് ഞാൻ തിരിച്ചു ചോദിച്ചു. ആൻഡ് യു, ഹൗ ആർ യു? എന്താണ്? എന്നിട്ട് നിനക്ക് എങ്ങനെയുണ്ട്? സുഖമാണോ എന്ന്. ഓക്കെ, ആസ് യു ക്യാൻ സീ നോട്ട് ഓൾ ദാറ്റ് ഗുഡ് ഓൾ മൈറ്റി ബി പ്രൈസ്ഡ്. അല്ലേ, നീ കാണുന്നത് പോലെ എല്ലാം എന്തല്ല, എല്ലാം നല്ലതല്ല, ദൈവം സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്നാണ് പറഞ്ഞത് കേട്ടോ. ഓൾ മൈറ്റി മീൻസ് എന്താണ്? ദൈവം കേട്ടോ. ഓൾ മൈറ്റി ഗോഡ് അല്ലേ, സർവശക്തൻ. ഓക്കെ, അപ്പം പറയാണ്, നീ കാണുന്നത് പോലെ എന്തല്ല, എല്ലാം നല്ലതാവണമെന്നില്ല, ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് അദ്ദേഹം കൊടുത്ത മറുപടി. Again he shook me by the hand and went off. എന്നിട്ട് വീണ്ടും അദ്ദേഹം കൈകളിങ്ങനെ ഷേക്ക് ഹാൻഡ് ചെയ്തിട്ട് അദ്ദേഹം അങ്ങ് കടന്നുപോയി. Proceeded a few steps, then came to startled halt. അല്ലേ, ഒരു 2 അടി അങ്ങോട്ട് മുന്നോട്ട് നടന്നപ്പോൾ അങ്ങ് നെട്ടിത്തരിച്ച് അങ്ങ് സ്റ്റോപ്പായി കേട്ടോ. സ്റ്റാർട്ടിൽ മീൻസ് ഇങ്ങനെ നെട്ടിത്തരിച്ച് ഇങ്ങനെ സ്റ്റോപ്പ് ആവുക. ഹാൾട്ട് മീൻസ് സ്റ്റോപ്പ് ആവുക എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിൽ മീൻസ് ഇങ്ങനെ പേടിച്ച് നെട്ടിത്തരിച്ച് ഇങ്ങനെ സ്റ്റോപ്പായി നിന്ന് കേട്ടോ. ഗോഡ് ലോഡ് അല്ലേ, ഗോഡ് ലോഡ്, ഓ മൈ ഗോഡ് എന്നൊരർത്ഥം അല്ലേ. വേർ വാസ് എ സ്ട്രീറ്റ് ലാൻഡ് വിത്ത് ഗാർഡൻസ്. അല്ലേ, ഞാൻ രാവിലെ പോയപ്പോൾ കണ്ടിരുന്ന ആ സ്ട്രീറ്റിലുണ്ടല്ലോ, 2 സൈഡിലും ഗാർഡൻ ഉണ്ടായിരുന്ന ആ സ്ട്രീറ്റ്, അത് എവിടെ? ആ പൂന്തോട്ടം നിറഞ്ഞ എൻ്റെ തെരുവ് എവിടെ? വേർ ഹാഡ് ഇറ്റ് ഡിസപ്പിയേർഡ് ടു, അത് എവിടേക്കാണ് അപ്രത്യക്ഷമായത്?
When did all these vehicles invade? എങ്ങനെയാണ് അതിന് പകരം ഇത്രയും വാഹനങ്ങൾ അങ്ങോട്ട് അവിടേക്ക് കയറി വന്നത്? When did all these hordes of humanity come to live upon its surface? ഇതിന്റെ ഉപരിതലത്തിൽ അല്ലേ എത്രത്തോളം ജനക്കൂട്ടം എങ്ങനെയാണ്, ഇത്രയും ആളുകൾ എങ്ങനെയാണ് ഇവിടെ കൂടിയത്, ഇത്രയും ആളുകൾ എങ്ങനെയാണ് ഇവിടെ താമസിക്കാൻ തുടങ്ങിയത് അല്ലേ? ഹോർഡ്സ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ മനുഷ്യക്കൂട്ടം. ഹ്യൂമാനിറ്റി മീൻസ് മനുഷ്യത്വക്കെയാണ്, അതൊന്നും ഇവിടേക്കില്ല കേട്ടോ. മനുഷ്യക്കൂട്ടം എങ്ങനെയാണ് ഈ സർഫേസ് മീൻസ് ഈ ഉപരിതലം അല്ലേ ഇവിടെ എങ്ങനെയാണ് ഇത്രയും ആളുകൾ ഇവിടെ വന്ന് പെട്ടത്, ഇത്രയും ആളുകൾ അല്ലേ? ഹൗ ഡിഡ് ദിസ് ഹിൽസ് ഓഫ് റിഫ്യൂസ് കം ടു കവർ ഇറ്റ്സ് സൈഡ് അല്ലേ? എങ്ങനെയാണ് ഈ ഹിൽസൊക്കെ എങ്ങനെയാണ് ഈ രണ്ട് സൈഡും എങ്ങനെയാണ് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുന്നത്? ആൻഡ് വേർ വെൽ ദ ഫീൽഡ് ദാറ്റ് ബോർഡേർഡ് ഇറ്റ് അല്ലേ? അതിൻ്റെ സൈഡിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നല്ല നല്ല ഫീൽഡുകൾ ഉണ്ടായിരുന്നു അല്ലേ? പാടത്തിൻ്റെ ഒരു ബോർഡർ ഉണ്ടായിരുന്നു രണ്ട് സൈഡിലും. അതെല്ലാം എവിടെ പോയി എന്നാണ് ചോദിക്കുന്നത് അദ്ദേഹം അല്ലേ? പെട്ടെന്ന് തന്നെ കാഴ്ചകളൊക്കെ അങ്ങ് മാറി മറിഞ്ഞു അല്ലേ? നല്ലൊരു ടൈം മാറിയിട്ടുണ്ട് കേട്ടോ. സോ നമുക്ക് നോക്കാം. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്തതാണ്. നോക്കാം. ഹൈ ബിൽഡിങ്സ് ഹാഡ് ടേക്കൻ ഓവർ. എന്താണ്? ഹൈ ബിൽഡിങ്സ് ഹാഡ് ടേക്കൻ ഓവർ അല്ലേ? എങ്ങനെയാണ് ഇത്രയും വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ ഇവിടെ വന്നത് അല്ലേ? ദ സ്ട്രീറ്റ് സെർച്ച്ഡ് വിത്ത് ചിൽഡ്രൻസ്. ഇങ്ങനെ ഈ തെരുവ് കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നിറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ കുട്ടികളൊക്കെ പാടെ ഇങ്ങനെ നിറഞ്ഞൊരുങ്ങി ഇങ്ങനെ സ്ട്രീറ്റൊക്കെ ഇങ്ങനെ കെട്ടിടങ്ങളൊക്കെ തുരുതുരോലെ വന്നിട്ടുണ്ട് അല്ലേ? ഒരു പട്ടണത്തിനൊക്കെ പോലെ അല്ലേ? ആൻഡ് ഡിസ്റ്റർബിങ് നോയ്സസ് ഷുക്ക് ദ എയർ അല്ലേ? ഈ ഭൂമിയെ ഇങ്ങനെ ചുറ്റുപാടുന്ന ഈ എയറിനെയൊക്കെ ഇങ്ങനെ പിടിച്ച് കുലുക്കുകയാണ് ശബ്ദങ്ങൾ അല്ലേ? ദെൻ ദർ വാസ് എ ബാൻഡ് അനൗൺസിങ് ദ ഓപ്പണിംഗ് ഓഫ് ദ സർക്കസ് അല്ലേ? ഒരു സർക്കസ് തുടങ്ങാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഒരു ബാൻഡ് അവിടെ ഒരു പുതിയ സർക്കസ് തുടങ്ങുന്നത് പറഞ്ഞിട്ട് ഒരു ബാൻഡ് അനൗൺസ്മെന്റ് ചെയ്ത് പോകുന്നുണ്ട്. വിത്ത് ക്ലൗൺസ് ആൻഡ് ദ വെയിറ്റ് ലിഫ്റ്റേഴ്സ് വാക്കിംഗ് ഇൻ ഫ്രണ്ട്. എന്താണ്? വിദൂഷകരും വെയിറ്റ് എടുക്കുന്ന ആളുകൾ വെയിറ്റ് ലിഫ്റ്റേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രണ്ടിൽ പോകുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഭയങ്കരമായ അലകറിയ കേട്ടോ കാലഘട്ടമാണല്ലേ? ആരാണ് മുമ്പിൽ ഇപ്പോൾ ഈ കാലത്തുള്ളത്? അതാണ് അദ്ദേഹം കാണിച്ചു തരുന്നത് കേട്ടോ. എന്ത് ചെയ്യാണ്? ക്ലൗൺസും വെയിറ്റ് ലിഫ്റ്റേഴ്സുമാണ് എല്ലാവരുടെയും മുമ്പിലായിട്ട് നടന്നു പോകുന്നത്. ഓക്കെ, എ ലൈൻ ഓഫ് ട്രക്സ് ക്യാരിയിങ് സെൻട്രൽ സെക്യൂരിറ്റി ട്രൂപ്സ് ട്രാവൽഡ് മജസ്റ്റിക്കലി ബൈ അല്ലേ? വളരെ ഗാംഭീര്യത്തോട് കൂടിയിട്ട് നമ്മുടെ കേന്ദ്ര സുരക്ഷാ സൈനികർ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ക്രോവൽഡ് ചെയ്ത് അതിലൂടെ ഇങ്ങനെ എഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. വളരെ പ്രൗഢിയായിട്ട് കേന്ദ്ര സുരക്ഷാ നേവി സൈനികർ എന്ത് ചെയ്യുന്നുണ്ട്? അതിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇങ്ങനെ നിറയെ കാഴ്ചകളാണ് കേട്ടോ. The siren of a fire engine shrieked അല്ലേ? And it was not clear how the vehicle would cleave its way to reach the blazing fire എന്നാണ് കേട്ടോ. നോക്കാം എന്താണ് ഇനി അടുത്തത് അദ്ദേഹം കേൾക്കുന്നത് ഒരു ഫയർ എഞ്ചിന്റെ ശബ്ദമാണ് അല്ലേ? അതെങ്ങനെയാണ്? ഷർക്കഡ് മീൻസ് എന്താണ്? കൂകി വിളിക്കുക അല്ലെ? ഫയർ എഞ്ചിന്റെ ശബ്ദം ഉണ്ടല്ലോ, അതാണ് അദ്ദേഹം കേൾക്കുന്നത്. ഇറ്റ് വാസ് നോട്ട് ക്ലിയർ ഹൗ ദ വെഹിക്കിൾ വുഡ് ക്ലീവ് അല്ലെ? ഇതെങ്ങനെ ഈ വെഹിക്കിൾസ് ഒക്കെ ഇങ്ങനെ ക്ലീവ് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ പിളർക്കാണ്. പിളർക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ കൂട്ടം കൂടി നിൽക്കുന്ന വാഹനങ്ങളൊക്കെ ഇങ്ങനെ പിളർത്തി കൊടുത്ത് അത് എപ്പോൾ അങ്ങോട്ട് എത്തും, എങ്ങനെ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തും എന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ല എന്നാണ്. ബട്ട് ഇറ്റ് വാസ് നോട്ട് ക്ലിയർ ദ വെഹിക്കിൾസ് വുഡ് ക്ലീവ് ഇറ്റ്സ് വേ ടു റീച്ച് ദ ബ്ലേസിംഗ് ഫയർ അല്ലേ? ആ കൂവിക്കൊണ്ടിരിക്കുന്ന ആ ഫയർ എഞ്ചിനെ ഈ വാഹനങ്ങളൊക്കെ മറികടന്നിട്ട് എങ്ങനെ അങ്ങോട്ട് പോകുന്നുള്ള അദ്ദേഹത്തിന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഓക്കെ, മറ്റൊരു സൈഡിൽ ബാറ്റിൽ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആര് തമ്മിൽ? ബാറ്റഡ് റാഗ്ഡ് ബിറ്റ്വീൻ എ ടാക്സി ഡ്രൈവർ ആൻഡ് ഹിസ് പാസഞ്ചർ അല്ലേ? ഒരു ടാക്സി ഡ്രൈവറും അതിലെ യാത്രക്കാരനും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബഹളം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നോക്കാം. ദെൻ വൈൽ ദ പാസഞ്ചേഴ്സ് വൈഫ്, ആ പാസഞ്ചർ കൂടെ എന്തുണ്ട്? അദ്ദേഹത്തിന്റെ വൈഫ് ഉണ്ട്. കോൾഡ് ഔട്ട് ഫോർ ഹെൽപ്പിന് സഹായത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ വൈഫ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സഹായം ചോദിക്കുന്നുണ്ട്. ബട്ട് ആൻഡ് നോ വൺ ആൻസർ. പക്ഷെ ആ സഹായം വിളിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരാൾ പോലും എന്ത് ചെയ്യുന്നില്ല? സഹായം കൊടുക്കുന്നില്ല അല്ലേ? കാലം മാറിയതും ഇപ്പം നിങ്ങൾക്കിത് കണക്റ്റ് ആവുന്നുണ്ടാവും അല്ലേ? നമ്മുടെ ഈ ഒരു കാലഘട്ടമായിട്ട് നല്ലപോലെ കണക്റ്റ് ആവുന്നുണ്ടാവും. ദെൻ ഗുഡ് ഗോഡ് ഐ വാസ് ഇൻ ഡൈസ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് ആകെപ്പാട് എന്താവാണ്? ഒരു മയക്കം പോലെയൊക്കെ വരികയാണ് കേട്ടോ. മൈ ഹെഡ് സ്പൺ അല്ലേ? എൻ്റെ ഹെഡൊക്കെ എന്താവാണ്? സ്പണ്ണായിട്ട് മാറാം. നൂൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു
ഇതൊക്കെ പാടെ കണ്ടിട്ട് ഇങ്ങോട്ട് മരവിക്കുകയാണ് കേട്ടോ. ഐ ഓൾമോസ്റ്റ് വെന്റ് ക്രേസി. എനിക്ക് എന്താവാണ്, ഭ്രാന്ത് വരികയാണ് കേട്ടോ ഇതൊക്കെ കണ്ടിട്ട്. ഹൗ കുഡ് ഐ ഓൾ ദിസ് ഹാവ് ഹാപ്പൻഡ് ഇൻ ഹാഫ് എ ഡേ? എങ്ങനെയാണ് ഈ ഒരൊറ്റ ഹാഫ് ഡേ കൊണ്ട്, അല്ലേ, സ്കൂളിലോട്ട് രാവിലെ പോയതല്ലേ, ഒരു ഹാഫ് ഡേ. ഇതിൻ്റെ ഇത് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഇപ്പോൾ വയസ്സായ ഒരു കാലഘട്ടത്തിൽ എത്തി നിൽക്കുക കേട്ടോ. ഒരുപാട് കാലം ഇതിൻ്റെ ഇടയിൽ കടന്നു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചിന്തിക്കണം, എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഒരു ഹാഫ് ഡേ കടന്നു പോയത് ബിറ്റ്വീൻ ഏർലി മോർണിംഗ് ആൻഡ് സൺസെറ്റ്, അല്ലേ? ഒരു ഏർലി മോർണിംഗിൻ്റെയും സൺസെറ്റിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇത്രയും കാലം കടന്നു പോയോ? ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് മാഡ് ആവരുത് കേട്ടോ മക്കളെ, കാരണം ഇത് അലിഗറിയാണ് കേട്ടോ. സോ ഐ വുഡ് ഫൈൻഡ് ദ ആൻസർ അറ്റ് ഹോം വിത്ത് മൈ ഫാദർ, അല്ലേ? ഞാനിതിൻ്റെ ആൻസർ വീട്ടിൽ പോയാൽ എൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് ഞാനിതിൻ്റെ ആൻസർ കണ്ടുപിടിക്കും. ഓക്കെ, ബട്ട് വേർ വാസ് മൈ ഹോം? പക്ഷെ എൻ്റെ വീട് എവിടെ? ഐ കുഡ് സീ ഓൺലി ദ ടോൾ ബിൽഡിംഗ് ആൻഡ് ഹോർഡ്സ് ഓഫ് പീപ്പിൾ. ജനങ്ങളുടെ കൂട്ടവും വലിയ വലിയ കെട്ടിടങ്ങൾ മാത്രമേ എനിക്ക് കാണുന്നുള്ളൂ. എൻ്റെ വീട് എവിടെ? എനിക്ക് വീട്ടിൽ പോയിട്ട് വേണം എൻ്റെ അച്ഛനോട് ഇതെങ്ങനെ സംഭവിച്ചു ഒരു ഹാഫ് ഡേ കൊണ്ട് എന്നുള്ളതിൻ്റെ ഉത്തരം ഒന്ന് ചോദിച്ചറിയാൻ എന്നാണ് ഈ കുട്ടി ചിന്തിക്കുന്നത്. ഓക്കെ, I hastened on the crossroad between the gardens and അബൂഖോണ്ട, അല്ലേ? അബൂഖോണ്ടയുടെയും അതുപോലെ തന്നെ ഗാർഡൻ്റെയും ഇടയിലൂടെ എന്ത് ചെയ്യാണ്, വളരെ വേഗത്തിൽ അദ്ദേഹം നടന്നു പോവുകയാണ്, അല്ലേ? ക്രോസ് റോഡ് ചെയ്തിട്ട് വളരെ വേഗത്തിൽ നടന്നു പോവുകയാണ്. ഐ ഹാഡ് ടു ക്രോസ്, അദ്ദേഹത്തിന് ക്രോസ് ചെയ്യണം അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തണമെങ്കിൽ. എന്ത്? അബൂഖോണ്ട ടു റീച്ച് മൈ ഹൗസ്, അല്ലേ? അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തണമെങ്കിൽ അബൂഖോണ്ട ക്രോസ് ചെയ്ത് പോയാൽ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുക. ബട്ട് ദ സ്ട്രീം ഓഫ് കാർസ് വുഡ് നോട്ട് ലെറ്റ് അപ്പ്, അല്ലേ? അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ്, കാർ ഇങ്ങനെ വരിവരിക്കൊഴുകാണ്, അല്ലേ? കാറിൻ്റെ അരുവി എന്ത് ചെയ്യുന്നില്ല, അദ്ദേഹത്തെ അങ്ങോട്ട് കടത്തി വിടുന്നില്ല. The fire engine siren was shirking at full pitch as it moved at a snail's pace, and I said to myself, let the fire take its pleasure in what it's consumed. എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെ വണ്ടികൾ കടന്നു പോകുന്നില്ല. അവിടെ നിന്ന് അദ്ദേഹം വീണ്ടും ആ ഫയർ എഞ്ചിൻ്റെ അങ്ങേ അറ്റത്തിൽ ആ ശബ്ദം ഇങ്ങനെ കൂക്കി വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. എങ്ങനെ? ഒച്ച ചെയ്യുന്ന പോലെ ചെയ്യുന്ന ഫയർ എഞ്ചിൻ്റെയാണ്. അപ്പോൾ ഫയർ എഞ്ചിൻ ആ വണ്ടികളുടെ ആ ഒരു കൂട്ടം കാരണം പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഒച്ച ചെയ്യുന്ന പോലെ ചെയ്യുന്ന ആ വണ്ടിയുടെ ആ സൈറൻ അദ്ദേഹത്തിന് നന്നായിട്ട് വീണ്ടും കേൾക്കുകയാണ്. അപ്പോൾ അദ്ദേഹം സ്വയം മനസ്സിൽ പറയുകയാണ്, തീ അതിൻ്റെ മാക്സിമം ആളിക്കത്തി സന്തോഷിക്കട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ മാക്സിമം തീ അതിൻ്റെ മാക്സിമം പ്ലഷർ ഹാപ്പിനെസ് ആസ്വദിക്കട്ടെ, ആളിക്കത്തുന്നതിൻ്റെ സന്തോഷം ആസ്വദിക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, എന്തിന്? ഐ വണ്ടേർഡ് വെൻ ഐ വുഡ് ബി ഏബിൾ ടു എക്സ്ട്രീംലി ഇറിറ്റേറ്റഡ്. എന്താണ്? എക്സ്ട്രീംലി അദ്ദേഹം അങ്ങേയറ്റം അദ്ദേഹം ഇറിറ്റേറ്റഡ് ആവുകയാണ് കേട്ടോ. ഇതൊക്കെ പാടായിട്ട് അദ്ദേഹത്തിന് അങ്ങേയറ്റം ഇറിറ്റേഷൻ വരികയാണ്, ബുദ്ധിമുട്ട് വരികയാണ്, അല്ലേ? ഐ വണ്ടേർഡ് വെൻ ഐ വുഡ് ബി ഏബിൾ ടു ക്രോസ്. അദ്ദേഹം അത്ഭുതപ്പെടുകയാണ്, ഞാൻ എങ്ങനെ ഇത് ക്രോസ് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട്. ഐ സ്റ്റുഡ് ദർ എ ലോങ് ടൈം. എത്ര ടൈം ഞാനിവിടെ നിൽക്കും, എത്ര ടൈം എടുക്കും ഞാനിത് ക്രോസ് ചെയ്യാമെന്നൊക്കെ ആലോചിച്ചിട്ട് അദ്ദേഹം ഒന്ന് അതിശയപ്പെടുകയാണ്. ഓക്കെ, അൻറ്റിൽ എന്തുവരെ? എ യങ് ലാഡ് എംബ്രോയിഡ് അറ്റ് അയണിങ് ഷോപ്പ് ഓൺ ദ കോർണർ കെയിം അപ് ടു മീ, അല്ലേ? ഒരു യങ് ലാഡ് പറഞ്ഞാൽ ബോയ് ആട്ടോ. ആ തൊട്ടപ്പുറത്ത് ക്രോസ് ചെയ്താൽ കാണുന്ന കടയിൽ എന്തുണ്ട്, അവിടെ ഒരു അയൺ കട ഉണ്ട്. അവിടെ അയൺ ചെയ്യുന്ന ഒരു ആൺകുട്ടി എൻ്റെ അടുത്ത് വരുന്നത് വരെ എന്നാണ് ഉദ്ദേശിച്ചത്. ഈ സ്ട്രെച്ച്ഡ് ഔട്ട് ഹിസ് ആം ആൻഡ് സെഡ് ഗാലന്റ്ലി, ഗ്രാൻഡ് പാ ലെറ്റ് മീ ടേക്ക് യുവർ അക്രോസ് എന്ന് എന്ത് ചെയ്യാണ്, വളരെ ധൈര്യപൂർവ്വം ആ കുട്ടി വന്നിട്ട് അതിൻ്റെ കൈകൾ നീട്ടിക്കൊണ്ട് ആ മുത്തശ്ശനോട് ചോദിക്കുകയാണ്. ഇപ്പം മനസ്സിലാവും നമ്മുടെ കുട്ടി എത്രത്തോളം വളർന്നു. നമ്മുടെ സ്കൂളിൽ പോയ കുട്ടി ഇപ്പം മുത്തശ്ശനായിട്ടാണ് ആ വരിയിൽ നിൽക്കുന്നത് കേട്ടോ. ആ ജേണി പോയ പോക്ക് കണ്ടോ, എത്ര വലിയ കാലഘട്ടമാണ് നമ്മൾ ഈ ചെറിയൊരു പാഠത്തിലൂടെ പഠിച്ചു പോയത്, അല്ലേ? സോ അവിടെ നിന്നും ഒരു ആൺകുട്ടി വന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ മുത്തശ്ശൻ്റെ കൈ പിടിച്ചുകൊണ്ട്, ഞാൻ നിങ്ങളെ ക്രോസ് ചെയ്യാൻ സഹായിക്കട്ടെ ഗ്രാൻഡ് പാ എന്ന് ചോദിച്ചു. ഓക്കെ, ഇത് അബൂഖോണ്ടയുടെ ഒരു പിക്ചറാട്ടോ. എന്താണ് അബൂഖോണ്ട എന്നുള്ളത് കാണിക്കുകയാണ്. ഇതാണ് കേട്ടോ ഈ അബൂഖോണ്ട എന്ന് പറയുന്നത്, ഫാദർ ഓഫ് ഗോഡ്. അത് ശരിക്ക്
ഒരു ദൈവത്തിന്റെ പേരാണ്. ബട്ട് ഹിയർ ദ നെയിം ഓഫ് എ സ്ട്രീറ്റ് ഓഫ് ദ കൈറോ, ഈജിപ്ത് അല്ലെ. ഈജിപ്തിലെ ഒരു കൈറോയിലുള്ള ഒരു സ്ട്രീറ്റ്, ഒരു തെരുവാട്ടോ. ഈ തെരുവ് കണ്ടോ, ഈ വണ്ടികൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഈ തെരുവിനാണ് അബുക്കോണ്ട എന്ന് പറയുന്നത്. ഓക്കെ, ഈജിപ്തിലെ ഒരു തെരുവാണ്. ഈ തെരുവ് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയാലാണ് ഈ കുട്ടിയുടെ വീട്ടിലോട്ട്, കുട്ടി ഇപ്പം എന്തായിട്ടുണ്ട്, വയസ്സനായിട്ടുണ്ട് കേട്ടോ. അപ്പം അതിലൂടെ എത്തുക എന്നാണ് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് എത്താനുള്ള പ്ലേസ് ആണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നാണ് കേട്ടോ, എന്താണ് അബുക്കോണ്ട എന്ന് പറയുന്ന ആ സ്ട്രീറ്റ് എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് നമ്മൾ ഓദറിനെ കുറിച്ച് ലാസ്റ്റ് ആട്ടോ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. സോ നോക്കാം. എബൌട്ട് ദ ഓദർ നജീബ് മഹ്ഫൂസ് വാസ് ബോൺ ഇൻ ഓൾഡ് കൈറോ, ഈജിപ്ത് അല്ലേ. കൈറോയിലുള്ള, അതുകൊണ്ടാണ് അബുക്കോണ്ടൊക്കെ അതിൽ വന്നത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ നാടാണ് ഈജിപ്ത് കേട്ടോ. അവിടെയുള്ള കൈറോയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ആഫ്റ്റർ റിസീവിംഗ് ഹിസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഫിലോസഫി ഫ്രം കൈറോ യൂണിവേഴ്സിറ്റി ഇൻ 1934 കൈറോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അദ്ദേഹം ഡിഗ്രി നേടിയിട്ടുണ്ട്. ദെൻ മഹ്ഫൂസ് joined the Egyptian civil service അല്ലേ. ശേഷം അദ്ദേഹം എന്ത് ചെയ്തു, സിവിൽ സർവീസിന് ജോയിൻ ചെയ്തു അല്ലേ, സിവിൽ സർവീസ് അനുഷ്ഠിച്ചു. ഹി ഈസ് റിഗാർഡഡ് ആസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൈറ്റർ ഇൻ അറബിക് ലിറ്ററേച്ചർ അല്ലേ. അറബിക് ലിറ്ററേച്ചറിലെ വൺ ഓഫ് ദ മോസ്റ്റ് റൈറ്റർ ആയിട്ടാണ് അദ്ദേഹത്തെ പരിഗണിക്കുന്നത്. ഹി വാസ് ദ ഫസ്റ്റ് ഈജിപ്ഷ്യൻ ആൻഡ് ദ ഫസ്റ്റ് അറബ് റൈറ്റർ ടു വിൻ ദ നൊബൽ പ്രൈസ് ലിറ്ററേച്ചർ അല്ലേ. ഫസ്റ്റ് ഈജിപ്ഷ്യനും അതുപോലെ ഫസ്റ്റ് അറബ് റൈറ്ററുമാണ് അല്ലേ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. റൈറ്ററെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ അറിയേണ്ട ഒരു കാര്യമാണ് ഇത്. എന്ത്, ആദ്യത്തെ ഈജിപ്ഷ്യനും അതുപോലെ ഫസ്റ്റ് റൈറ്ററും അദ്ദേഹം തന്നെയാണ് നോബൽ പ്രൈസ് കിട്ടിയ. ഓക്കെ, ഹി പബ്ലിഷ്ഡ് 35 നോവൽ, അറൌണ്ട് 350 ഷോർട്ട് സ്റ്റോറീസ് അല്ലേ. 350 ഷോർട്ട് സ്റ്റോറി എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം എഴുതിയിട്ടുണ്ട് അല്ലേ. ദെൻ 26 screenplays. His most famous works include the Cairo Trilogy and Children of the Gabelos. Many of the Mahfouz works have been made into films. He died on 13 August 2006. അദ്ദേഹത്തിൻ്റെ പല വർക്കുകളും ഫിലിംസ് ആയിട്ടൊക്കെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ചില കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് അറിയണം. കാരണം അദ്ദേഹം കൈറോയിൽ, ഈജിപ്തിലാണ് ജനിച്ചിട്ടുള്ളത്. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം സിവിൽ സർവീസിൽ അനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സിവിൽ സർവീസ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ശേഷം അദ്ദേഹം എന്ത് ചെയ്തു, വലിയ അറബിക് ലിറ്ററേച്ചറിൽ വളരെ ഫേമസ് ആയിട്ടുള്ള റൈറ്ററാണെന്ന് പറയുന്നുണ്ട്. ഈജിപ്ഷ്യൻ ആൻഡ് ഫസ്റ്റ് അറബിക് റൈറ്ററാണ് എന്ത് ലഭിക്കുന്ന നോബൽ പ്രൈസ് ലിറ്ററേച്ചർ നൽകുന്നത്. അതുപോലെ അദ്ദേഹം എഴുതിയ നോവലിൻ്റെ 35 നോവൽസ്, 350 ഷോർട്ട് സ്റ്റോറി, 26 സ്ക്രീൻ പ്ലേസ് ഒക്കെ എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് ഓർത്ത് വെക്കാം. ഓക്കെ, ഇതാണ് നജീബ് മഹ്ഫൂസ് അല്ലേ. കണ്ടിട്ടുണ്ടാവും അല്ലേ നിങ്ങൾ, നജീബ് മഹ്ഫൂസ്. സോ എന്താണ്, വളരെ സിമ്പിളായിട്ട് തോന്നുന്നൊരു ചാപ്റ്ററാണ് അല്ലേ. വളരെ സിമ്പിളായിട്ട് ഒരു അലിഗറി വരുന്ന ഒരു ചാപ്റ്ററാണ് കേട്ടോ. ചാപ്റ്റർ വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഒരു കുട്ടി അതിൻ്റെ അച്ഛൻ്റെ കൂടെ ഫസ്റ്റ് ഡേ സ്കൂളിലോട്ട് പോകുന്നതും അവിടെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് അല്ലേ. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അങ്ങ് ആ ഗേറ്റ് അങ്ങ് ഓപ്പൺ ചെയ്തപ്പോൾ കൂടി പിന്നെ എന്തായി, കാലം മറിഞ്ഞു അല്ലേ. എന്താണ്, ആ കുട്ടി എന്തായി മാറി, വയസ്സനായിട്ട് മാറുകയാണ് അല്ലേ. പെട്ടെന്ന് അങ്ങ് മറിഞ്ഞു അല്ലേ. അത് തന്നെയാണ് പറയുന്നത്. കാലം എന്താണ്, സമയം എന്താണ്, ആർക്കും വേണ്ടിയും കാത്തിരിക്കാറില്ല അല്ലേ. എന്താണ്, കാലവും സമയവും ഒക്കെ എന്താണ്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.